بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله صلى الله وسلم عليه وعلى آله وأصحابه أجمعين. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما. ربنا تقبل منا إنك أنت السميع العليم، تب علينا إنك أنت التواب الرحيم. اللهم زينا بزينة الإيمان وجعلنا هداة مهتدين. اللهم إنا نسألك العفو والعافية. اللهم عافنا وعاف آباءنا وأمهاتنا وأزواجنا وأولادنا وإخواننا وأخواتنا وأقاربنا وأحبتنا وجميع المسلمين. اللهم إنا نعوذ بك من زوال نعمتك وتحول عافيتك وفجاءة نقمتك وجميع سخطك. أما بعد. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ആരംഭിക്കുന്നത് ഇമാം അബൂബക്കർ ഇബ്ൻ അബി ദാവൂദ് റഹിമഹുല്ലാഹ് എഴുതിയ അദ്ദേഹത്തിൻ്റെ ഹായിയ എന്നറിയപ്പെടുന്ന കവിതയുടെ വിശദീകരണമാണ്. ഇസ്ലാമിൻ്റെ തനതായ വിശ്വാസം, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ അഖീദ വിവരിക്കുന്ന ശ്രേഷ്ഠമായ ഒരു കവിതയാണ് ഹായിയ എന്നറിയപ്പെടുന്ന നമ്മൾ ഈ ആരംഭിക്കുന്ന മന്ദൂമ. റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ്റെ ദീൻ പഠിക്കാനുള്ള ഒരു എളിയ പരിശ്രമമായി ഇത് സ്വീകരിക്കുകയും നമ്മുടെ നീയത്ത് നന്നാക്കി തരികയും യഥാർത്ഥ വിശ്വാസത്തിൽ ജീവിക്കാനും അതിനായി മരിക്കാനും നമുക്ക് തൗഫീഖ് ഏകുകയും ചെയ്യുമാറാകട്ടെ. അള്ളാഹു ഇത് പൂർത്തീകരിക്കാൻ നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഈ കവിത നമ്മൾ സൂചിപ്പിച്ചതുപോലെ അഹ്ലുസുന്നത്തിൻ്റെ വിശ്വാസം പഠിപ്പിക്കുന്ന കവിതയാണ്. സഹോദരങ്ങളെ, അഖീദ ഏറ്റവും പ്രാധാന്യമുള്ള വിഷയമാണ്. അതിനോളം പ്രാധാന്യമുള്ള മറ്റൊരു വിഷയവും ഇല്ല. കാരണം അഖീദയുടെ വിശ്വാസത്തിൻ്റെ മുകളിലാണ് നമ്മുടെ കർമ്മങ്ങൾ കെട്ടിപ്പടുക്കപ്പെട്ടിട്ടുള്ളത്. വിശ്വാസം നേരെയാകാതെ കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടുകയില്ല. അതുകൊണ്ടാണ് സാലിഹായ അമലുകളുടെ കാര്യം പറയുമ്പോൾ അതിനു മുൻപേ ഈമാനിൻ്റെ കാര്യം അള്ളാഹു ഖുർആനിൽ ആവർത്തിച്ചു പറഞ്ഞിട്ടുള്ളത്. വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനു വഅമിലുസ് സാലിഹാത്ത് വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. ആദ്യം അള്ളാഹു ഈമാനാണ് പറഞ്ഞത്. കാലം തന്നെ സത്യം, മനുഷ്യരെല്ലാം നഷ്ടത്തിനാണ്. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും അതുപോലെ ക്ഷമ കൊണ്ട് പരസ്പരം, സത്യം കൊണ്ട് പരസ്പരം ഉപദേശിക്കുകയും ക്ഷമ കൊണ്ട് പരസ്പരം ഉപദേശിക്കുകയും ചെയ്തിട്ടുള്ള ആളുകൾ ഒഴികെ ബാക്കി എല്ലാവരും സകല മനുഷ്യരും നഷ്ടത്തിനാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയുണ്ടായി. നോക്കൂ, ഈമാനാണ് അള്ളാഹു പറഞ്ഞത്, അത് ശരിയായിരിക്കണം എന്നു മാത്രമല്ല, ഇതാ ഇക്കാലത്ത് നമ്മൾ ജീവിക്കുന്ന ഈ അവസാന കാലത്ത് മുസ്ലിമീങ്ങളുടെ വിശ്വാസം നശിപ്പിക്കാൻ, അതിൽ പുഴുക്കുത്തുകൾ ഉണ്ടാക്കാൻ ബോധപൂർവമായ പരിശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഇസ്ലാമിൻ്റെ അടിത്തറ, ഈമാനിൻ്റെ സൂൽ, അള്ളാഹുവിലും അവൻ്റെ മലക്കുകളിലും കിതാബുകളിലും അവൻ്റെ റസൂലുകളിലും അന്ത്യദിനത്തിലും അള്ളാഹുവിൻ്റെ വിധിയിലും എല്ലാമുള്ള വിശ്വാസം ഇസ്ലാമിൻ്റെ അടിത്തറകളാണ്. പ്രിയമുള്ളവരെ, ഈ അടിത്തറകൾ ഇന്നലെ വരെ മുസല്ലമാത്ത് അഥവാ സർവാംഗീകൃതമായ എല്ലാവരും അംഗീകരിക്കുന്ന കാര്യങ്ങളാണ് ആയിരുന്നുവെങ്കിൽ അതിൽ പോലും സംശയം ജനിപ്പിക്കുന്ന, അതിൽ പോലും ആളുകളുടെ മനസ്സിൽ വസ്വാസുകൾ പടച്ചുവിടുന്ന അങ്ങനെയുള്ള ഗൂഢമായ പ്രചാരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. എന്താണ് ഇന്ന് ആളുകളുടെ വിശ്വാസം? നിങ്ങൾ നോക്കൂ, ഇസ്ലാമിൻ്റെ അടിസ്ഥാന വിശ്വാസങ്ങളെക്കുറിച്ച് പോലും ഒരു ധാരണയുമില്ലാതെ, എന്താണ് ഈമാൻ എന്നറിയാതെ, എന്താണ് അതിൻ്റെ വിപരീതമായ കുഫർ എന്നറിയാതെ, ഷിർക്ക് എന്നറിയാതെ
എന്തെല്ലാം ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അള്ളാഹുവിൻ്റെ ദീനിനെതിരിൽ, അവൻ്റെ ദീനിൻ്റെ അടിത്തറ പൊളിയുന്ന വാദങ്ങൾ ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. മുസ്ലിം പേരുള്ളവർ പച്ചയായ കുഫ്ർ പറയുകയും പ്രസംഗിക്കുകയും അതിന് ന്യായീകരണങ്ങൾ ചമക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ കാലം എന്ന് പറയുന്നത് ഏത് വിവരമില്ലാത്തവനും ഏത് വഴികേടിൻ്റെ ആൾക്കും നിമിഷ നേരം കൊണ്ട് എന്ത് വിവരമില്ലായ്മയും ലോകത്തിൻ്റെ നാനാഭാഗത്തേക്ക് പ്രചരിപ്പിക്കാൻ ഒരു പ്രയാസവുമില്ലാത്ത കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. പഴയ കാലത്ത് ഒരാശയം, അത് തെറ്റാകട്ടെ ശരിയാകട്ടെ, ജനങ്ങൾക്കിടയിൽ അത് പ്രചാരം നേടണമെങ്കിൽ അതിൻ്റെ ഒരു സമയമെടുത്തിരുന്നു, അതിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, അതിന് പല കടമ്പകൾ കടക്കേണ്ടിയിരുന്നു. എന്നാൽ ഇന്നത്തെ സ്ഥിതി എന്താണ്? ഇതാ കയ്യിൽ ഈ ഉപകരണമുണ്ട് എങ്കിൽ ആർക്കും എന്തും, ഒരാളും അറിയാത്ത, ആരും ശ്രദ്ധിക്കാത്ത, ഒരാളും വാക്കിനൊരു വിലയും കൊടുക്കാത്തവനാണ് എങ്കിൽ പോലും ഒന്ന് എഴുതി വിട്ട് ഒന്ന് വിരലമർത്തിയാൽ ഒരു പക്ഷേ ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് അത് എത്തിച്ചേർന്നേക്കും. സുബ്ഹാനല്ലാഹ്, ഇങ്ങനൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇതുകൊണ്ട് എന്തെല്ലാം നമ്മൾ വായിക്കുന്നു, എന്തെല്ലാം നമ്മൾ കേൾക്കുന്നു, എന്തെല്ലാം കാണും, ഇതെല്ലാം നമ്മുടെ വിശ്വാസത്തിൽ എവിടെയൊക്കെ പോയി തട്ടിയിട്ടുണ്ട്. നമ്മുടെ ഹൃദയത്തിൽ എന്തെല്ലാം കറകൾ ഇത് ഏൽപ്പിച്ചിട്ടുണ്ട് നമുക്ക് തന്നെ അറിയില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, വിശ്വാസം, നമ്മുടെ അഖീദ, അത് നന്നായി ആവർത്തിച്ച് പഠിക്കുകയും ആവർത്തിച്ചുണർത്തുകയും നമ്മുടെ മക്കളെ ആവർത്തിച്ചത് ഉണർത്തുകയും ചെയ്യേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഒരു കാലം വരും, അന്ന് ആളുകൾക്ക് എന്തേ അറിയുകയുള്ളൂ, അള്ളാഹുവിൻ്റെ ദീനിനെ കുറിച്ച് അവർക്ക് ആകെ അറിയുക ലാ ഇലാഹ ഇല്ലല്ലാ എന്ന വാക്ക് മാത്രം, പദം മാത്രം, അർത്ഥമറിയില്ല, ഒന്നും അറിയില്ല. അവരോട് ചോദിക്കും, എന്താണ് നിങ്ങൾ ഈ പറയുന്നത്? അവർ പറയും, ഞങ്ങൾക്കറിയില്ല, ഞങ്ങളുടെ പൂർവ്വപിതാക്കൾ ഇത് പറയുന്നത് ഞങ്ങൾ കേട്ടു, ഞങ്ങളുടെ പിതാക്കൾ പറയുന്നത് കേട്ട് ഞങ്ങൾ അതുപോലെ പറയുന്നു എന്ന് മാത്രം. അല്ലാഹു അക്ബർ. ആലോചിച്ച് നോക്കൂ പ്രിയമുള്ളവരെ, എൻ്റെയും നിങ്ങളുടെയും നമ്മുടെ മക്കളുടെയും കാലം കഴിഞ്ഞ് എത്ര തലമുറ കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ഇങ്ങനെ ഒരു കാലം വരുന്നത്. ഒരു പക്ഷേ അത് 2 തലമുറകൾക്കപ്പുറമായിരിക്കും, ഏതാനും നൂറ്റാണ്ടുകൾക്കപ്പുറമായിരിക്കും. ഇത്രയും ജഹലിലേക്ക്, വിവരക്കേടിലേക്ക്, അജ്ഞതയിലേക്ക് ആളുകൾ പോയി പോകും. അതുകൊണ്ട് ആത്മാർത്ഥതയോടെ അള്ളാഹുവിൻ്റെ ദീൻ പഠിക്കാൻ നമ്മൾ ഒരുങ്ങുക, പ്രത്യേകിച്ച് നമ്മുടെ വിശ്വാസം. പ്രിയമുള്ളവർ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അറിവ്. അതിനോളം ശ്രേഷ്ഠതയുള്ള മറ്റൊരു അറിവില്ല, അതിനോളം പ്രത്യേകതയുള്ള അറിവില്ല. അതുകൊണ്ട് ആ ശ്രദ്ധയോടെ, താല്പര്യത്തോടെ എന്തു ചെയ്യുക, നമ്മളിത് പഠിക്കാൻ ആരംഭിക്കുക. അതോടൊപ്പം അള്ളാഹുവിനോട് ദുആ ചെയ്യുക, റബ്ബിനോട് പ്രാർത്ഥിക്കുക. അള്ളാഹു റബ്ബുൽ ആലമീൻ സിദ്ഖോടെ, സത്യസന്ധതയോടെ അവനിലേക്ക് കേണു മടങ്ങിക്കൊണ്ട് ഹിദായത്ത് അവനോട് ചോദിച്ചവനെ അള്ളാഹു പാഴാക്കി കളയുകയില്ല. അള്ളാഹുവിന് നേർമാർഗം കാണിച്ചു കൊടുക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ സത്യത്തിലേക്ക് നയിക്കും. അള്ളാഹു പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടില്ലേ? വല്ലദീന ജാഹദു ഫീന ലനഹ്ദിയന്നഹും സുബുലന വഇന്നല്ലാഹ ലമഅൽ മുഹ്സിനീൻ. വല്ലദീന ജാഹദു ഫീന ലനഹ്ദിയന്നഹും സുബുലന. നമ്മുടെ വഴിയിൽ അധ്വാനിച്ചവനാരാണോ, നമ്മുടെ വഴിയിൽ പോരാടിയവനാരാണോ, ലനഹ്ദിയന്നഹും സുബുലന, നാം അവനെ നമ്മിലേക്ക് അടുപ്പിക്കുന്ന വഴികളിലേക്ക്, നന്മകളിലേക്ക് നാം അവനെ നയിക്കുന്നതാണ്. അള്ളാഹു പറയുകയാണ്, അവന് വേണ്ടി പരിശ്രമിച്ചവനെ അള്ളാഹു അവനിലേക്കുള്ള വഴിയിലേക്ക് നയിക്കും. വഇന്നല്ലാഹ ലമഅൽ മുഹ്സിനീൻ, അള്ളാഹു നന്മ ചെയ്യുന്നവരുടെ കൂടെയുണ്ട് റബ്ബ് പറയുകയാണ്. അതുകൊണ്ട് നീയത്ത് നന്നാക്കുക. ഈ പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും അതുപോലെ ആത്മാർത്ഥമായി പഠിക്കാൻ ശ്രമിക്കുക. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഇതാ ഈ മന്ദൂമ ഹയ്യ, ഇത് എഴുതിയിട്ടുള്ളത് അഹ്ലുസുന്നത്തിൻ്റെ ഇമാമുമാരിൽ, മഹാന്മാരായ ഇമാമുമാരിൽ ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ കാലമാകട്ടെ വളരെ മുമ്പേയാണ്, വളരെ നേരത്തെയാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തോട് എത്ര അടുക്കുന്നുവോ അത്രയും ഒരാൾ സുരക്ഷയോടാണ് അടുത്തുകൊണ്ടിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തിൽ നിന്ന് എത്ര അകലുന്നുവോ അത്രത്തോളം അയാൾ സുരക്ഷിതത്വത്തിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗം അയാൾ പിൻപറ്റിയില്ല എങ്കിൽ. അതുകൊണ്ട് ഈ മഹാനായ ഇമാമിൻ്റെ ഈ കവിത നമ്മൾ നല്ല രൂപത്തിൽ മനസ്സിലാക്കുക. ഇത് കേവലം ഒരു കവിതയല്ല, മറിച്ച്
കവിതാ രൂപത്തിൽ മുൻഗാമികൾ എഴുതിയിരുന്നത് പലപ്പോഴും അത് ഹെഫ്ളാക്കാൻ, അത് മനഃപ്പാടമാക്കാൻ എളുപ്പമാണ് എന്നതുകൊണ്ടാണ്. അതുപോലെ കേവലം കവിതയ്ക്ക് വേണ്ടി ആശയങ്ങളിൽ മാറ്റം വരുത്തുന്ന, ആശയങ്ങളിൽ വാക്കുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരുത്തുകയും അങ്ങനെ ആശയത്തിൽ പാളിച്ച പറ്റുകയും ചെയ്യാറുണ്ട് പലപ്പോഴും. പക്ഷെ അങ്ങനെയൊന്നുമില്ലാത്ത വളരെ ശ്രേഷ്ഠമായൊരു മന്ദൂമയാണിത്. നിങ്ങൾ നോക്കൂ, ഇതിൽ 33 വരികളാണിത് ഉള്ളത്. ഇതെഴുതിയത് അബൂബക്കർ ഇബ്ൻ അബി ദാവൂദ് റഹിമഹുല്ലാ അദ്ദേഹമാണ്. ആരാണ് അബൂബക്കർ ഇബ്ൻ അബി ദാവൂദ്? അബൂ ദാവൂദ് എന്ന പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഹദീസിൻ്റെ ഗ്രന്ഥങ്ങൾ അതിലേറ്റവും അറിയപ്പെട്ടത് 6 കിതാബുകളാണ്. കുതുബു സിത്ത എന്നറിയപ്പെടുന്ന 6 ഗ്രന്ഥങ്ങൾ. ഇമാം ബുഖാരിയുടെ സഹീഹ്, ഇമാം മുസ്ലിമിൻ്റെ സഹീഹ്, രണ്ടും സഹിഹ എന്നറിയപ്പെടുന്ന ഏറ്റവും ശരിയായ, അള്ളാഹുവിൻ്റെ കിതാബ് കഴിഞ്ഞാൽ ഏറ്റവും ശരിയായ 2 ഗ്രന്ഥങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹിഹായ ഹദീസുകൾ മാത്രം രേഖപ്പെടുത്തപ്പെട്ട 2 ഹദീസിൻ്റെ ഗ്രന്ഥങ്ങൾ. അത് കഴിഞ്ഞാൽ പിന്നെ വളരെ അറിയപ്പെട്ട 4 ഗ്രന്ഥങ്ങളുണ്ട്. സുനനു അബി ദാവൂദ്, ജാമിഉ തിർമിദി, സുനനു അന്നസായി, സുനനു ഇബ്ൻ മാജ. ഈ 4 ഇമാമുമാരുടെ ഗ്രന്ഥങ്ങൾ, ഇമാം അബൂ ദാവൂദിൻ്റെ, ഇമാം തിർമിദിയുടെ, ഇമാം നസായിയുടെ, ഇമാം ഇബ്ൻ മാജയുടെ ഹദീസിൻ്റെ ഗ്രന്ഥങ്ങൾ. അതിൽ നോക്കൂ, ബുഖാരിയും മുസ്ലിമും കഴിഞ്ഞാൽ ഈ 4 കിതാബുകളിൽ പൊതുവെ ആദ്യം എണ്ണുക ഏത് കിതാബാണ്? ഇമാം അബൂ ദാവൂദിൻ്റെ സുനനാണ്. ആ സുനൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകൾ ക്രോഡീകരിച്ച ഇമാം അബൂ ദാവൂദിൻ്റെ മകനാണ് ഇദ്ദേഹം. ആ അബൂ ദാവൂദിൻ്റെ മകനാണ് അബൂബക്കർ ഇബ്ൻ അബി ദാവൂദ് റഹിമഹുല്ലാ. അബൂ ദാവൂദ് എന്നത് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ പേര് സുലൈമാൻ ഇബ്ൻ അശ്അസ് എന്നാണ്. സുലൈമാൻ ഇബ്ൻ അൽ അശ്അസ്. അബൂ ദാവൂദ് എന്നത് കുനിയത്താണ്. അതുപോലെ തന്നെയാണ് മകനും അബൂബക്കർ എന്നത് അദ്ദേഹത്തിൻ്റെ കുനിയത്താണ്. അദ്ദേഹത്തിൻ്റെ പേര് അബ്ദുല്ലാഹ് എന്നാണ്. അപ്പോൾ അബ്ദുല്ലാഹ് ഇബ്ൻ അബി ദാവൂദ് അല്ലെങ്കിൽ അബ്ദുല്ലാഹ് ഇബ്ൻ സുലൈമാൻ ഇബ്ൻ അശ്അസ് റഹിമഹുല്ലാ. അദ്ദേഹം ജനിച്ചത് ഹിജറ 230-ലാണ്. ഹിജറ 230. ഇപ്പോൾ നോക്കൂ, എത്രാമത്തെ നൂറ്റാണ്ടാണത്? 3-ാമത്തെ നൂറ്റാണ്ടാണ്. ഈ ഹിജറ 230 എന്ന് പറഞ്ഞാൽ 3-ാമത്തെ നൂറ്റാണ്ടാണത്. വഫാത്തായത് ഹിജറ 316-ലാണ്, അഥവാ 4-ാമത്തെ നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ. ഹിജറ 316 അഥവാ 4-ാമത്തെ നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ. അദ്ദേഹം ജനിച്ചത് സിജിസ്ഥാൻ എന്ന നാട്ടിലാണ്. അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ നാടും അത് തന്നെയാണ് അറിയപ്പെട്ടിട്ടുള്ളത്. അബൂബക്കർ സിജിസ്ഥാനി എന്നാണ് പറയുക. അപ്പോൾ നോക്കൂ, ഇമാം ദഹബിയെപ്പോലെ അഹ്ലുസുന്നത്തിൻ്റെ പണ്ഡിതന്മാരുടെ ചരിത്രം എഴുതിയ പണ്ഡിതന്മാർ ഈ മഹാനായ ഇമാമിനെ വളരെയധികം പുകഴ്ത്തുകയും അദ്ദേഹത്തിൻ്റെ അറിവിനെ അങ്ങേയറ്റം പ്രശംസിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇമാം ദഹബി റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു ഈ അബൂബക്കർ ബിൻ അബി ദാവൂദിനെ കുറിച്ച്, വകാന മിൻ ബുഹൂരിൽ ഇൽം, വകാന മിൻ ബുഹൂരിൽ ഇൽം, അറിവിൻ്റെ സമുദ്രമായിരുന്നു അദ്ദേഹം, വിജ്ഞാനത്തിൻ്റെ ഒരു സമുദ്രമായിരുന്നു അദ്ദേഹം. ബിഹൈസു ഇന്ന ബഅദഹും ഫദ്ദലഹു അലാ അബീഹ്, എന്നു മാത്രമല്ല ചില പണ്ഡിതന്മാർ അദ്ദേഹത്തിൻ്റെ പിതാവ് അബൂദാവൂദിനേക്കാൾ, പിതാവിനേക്കാൾ വിജ്ഞാനം ഉണ്ടായിരുന്ന ആളായിരുന്നു മകൻ എന്നുവരെ പറഞ്ഞിട്ടുണ്ട് ചില പണ്ഡിതന്മാർ. സുബ്ഹാനല്ലാഹ്, അത്രയും ശ്രേഷ്ഠനാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആലോചിച്ച് നോക്കൂ, അങ്ങനെയാണ് റബ്ബ് സുബ്ഹാനഹു വ തആല ചിലപ്പോൾ ചില പിതാക്കളെക്കാൾ ശ്രേഷ്ഠത ആർക്ക് നൽകിയേക്കും? മക്കൾക്ക് നൽകിയേക്കും. അള്ളാഹുവിൻ്റെ 2 നബിമാരുടെ ചരിത്രം നിങ്ങൾ കേട്ടിട്ടില്ലേ? ദാവൂദും സുലൈമാനും അലൈഹിമസ്സലാം. അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പറയുകയുണ്ടായി ദാവൂദ് നബിയെയും സുലൈമാൻ നബിയെയും കുറിച്ച്. ഇദ് യഹ്കുമാനി ഫിൽ ഹർസി ഇദ് നഫശത് ഫീഹി ഗനമുൽ ഖൗം വകുന്ന ലിഹുക്മിഹിം ഷാഹിദീൻ ഫഫഹംനാഹാ സുലൈമാൻ വകുല്ലൻ ആതൈനാ ഹുക്മൻ വഇൽമ. ഒരു മസ്അലയിൽ രണ്ടുപേരും ഭരണാധികാരികളായിരുന്നു. രണ്ടുപേരും ഭരണാധികാരികളാണ്. പിതാവിൻ്റെ ഭരണം അവസാനിച്ചപ്പോൾ പിന്നെ ഭരണം ഏറ്റെടുത്തത് മകൻ സുലൈമാൻ അലൈഹിസ്സലാമാണ്. ഖുർആൻ അള്ളാഹു പറഞ്ഞ ഒരു മസ്അലയിൽ അവർ വിധി പറഞ്ഞു. ഒരു കൂട്ടരുടെ ആട് മറ്റൊരു കൂട്ടരുടെ കൃഷിയിടത്തിലേക്ക് കയറി നശിപ്പിച്ചു. ദാവൂദ് അലൈഹിസ്സലാം വിധിച്ചത് ഈ ആടിനെ അവർക്ക് കൊടുക്കണമെന്നാണ്. എന്നാൽ സുലൈമാൻ അലൈഹിസ്സലാമിനെ കുറിച്ച് റബ്ബ് പറയുന്നു, സുലൈമാന് നാം അതിൽ ഫഹ്മ് നൽകി, ആ വിഷയം മനസ്സിലാക്കി കൊടുത്തു. സുലൈമാൻ അലൈഹിസ്സലാം പറഞ്ഞു, അല്ല, അവർക്ക് കൊടുക്കുകയല്ല, മറിച്ച് ആടിനെ ഇത്ര നാൾ അവരുടെ കയ്യിൽ വെക്കുക, അതിൻ്റെ പാലും മറ്റു ഉപകാരങ്ങളും അവരെടുക്കണം, എന്നിട്ട് തിരിച്ചു കൊടുക്കണം.
നോക്കൂ എത്ര നല്ല വിധിയാണ്. അള്ളാഹു പറഞ്ഞു ഫഫഹംനാഹ സുലൈമാൻ. എന്നാൽ അള്ളാഹു ദാവൂദ് അലൈഹിസ്സലാമിനെ ഒരിക്കലും എന്ത് ചെയ്തിട്ടില്ല, എടുത്തിട്ടില്ല. വകുല്ലൻ ആതൈന ഹുക്മ വഇൽമ, രണ്ടുപേർക്കും നാം അറിവ് നൽകിയിട്ടുണ്ട്, അതുപോലെ ദീനിയായ വിധി വിധിക്കാനുള്ള കഴിവ് നൽകിയിട്ടുണ്ട്. നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാകും സുലൈമാൻ നബി അലൈഹിസ്സലാമിൻ്റെ അരികിലേക്ക് രണ്ട് സ്ത്രീകൾ തർക്കവുമായി വന്ന കഥ. അത് ഇമാം ബുഖാരിയുടെ സഹീഹിലുള്ളതാണ്. ആളുകൾക്കിടയിൽ അഹ്ലുൽ കിതാബിൻ്റെ അവരുടെ ഗ്രന്ഥങ്ങളിലും വന്നതിനാൽ മുസ്ലിമീങ്ങളല്ലാത്തവർക്കിടയിൽ പോലും പ്രസിദ്ധമാണ് കഥ. എന്താണത്? രണ്ടുമ്മമാർ, അവർക്ക് രണ്ടുപേർക്കും കുട്ടികളുണ്ടായിരുന്നു, ചെറിയ കുട്ടികൾ. ഇതിലൊരു കുഞ്ഞിനെ ഒരു മൃഗം കടിച്ചെടുത്തു, കൊലപ്പെടുത്തി കളഞ്ഞു. ഒരു കുഞ്ഞാണ് ബാക്കിയുള്ളത്. രണ്ട് സ്ത്രീകളും പറയാണ് ഇതെൻ്റെ കുഞ്ഞാണ്. അതിൽ പ്രായം കൂടിയ സ്ത്രീ ഉണ്ടായിരുന്നു. സുലൈമാൻ നബി അലൈഹിസ്സലാമിൻ്റെ അരികിലേക്ക് വന്നു. ഒരു സ്ത്രീ പ്രായം കൂടിയവളാണ്, ഒരു സ്ത്രീ കൂടിയവളാണ്. സുലൈമാൻ നബി അലൈഹിസ്സലാം എന്ത് പറഞ്ഞു? ഇങ്ങനെ തരൂ, ഞാൻ കുഞ്ഞിനെ അറുത്ത് രണ്ടുപേർക്കും വീതിച്ചു തരാം. ഉടനെ ഇതിലൊരു സ്ത്രീ പറഞ്ഞു ശരി ആയിക്കോട്ടെ എന്ന്. കാരണം അവൾക്ക് ഈ സ്ത്രീയോട് അസൂയമുണ്ട്. എൻ്റെ കുഞ്ഞ് പോയി എന്ന് അവളുടേത് പോയിക്കോട്ടെ എന്ന് അവൾ വിചാരിക്കുന്നുണ്ട്. ഇത് പറഞ്ഞ ഉടനെ സുലൈമാൻ അലൈഹിസ്സലാം അങ്ങനെ പറയാത്ത, അവൾക്ക് കൊടുത്തേക്കു എന്നാണ് ഈ കുഞ്ഞിൻ്റെ യഥാർത്ഥ ഉമ്മ പറഞ്ഞത്. എനിക്ക് വേണ്ടില്ല, അവർക്ക് കൊടുത്തു. ഇമാം ബുഖാരിയുടെ സഹീഹ് വിശദീകരിച്ച് ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, സുലൈമാൻ അലൈഹിസ്സലാം അത് ഹാക്കിമുകൾ, ഭരണാധികാരികൾ ഉപയോഗിക്കുന്ന ശരിയായ വിധിയിലേക്ക് എത്തിച്ചേരാൻ ഉപയോഗിക്കുന്ന ചില മാർഗങ്ങളുണ്ട്. ഒരിക്കലും അദ്ദേഹം കുഞ്ഞിനെ അറുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. പക്ഷെ അത് പറഞ്ഞാൽ ഉള്ള ചില പ്രതികരണങ്ങൾ, പെട്ടെന്നുണ്ടാകുന്ന പ്രതികരണങ്ങളിൽ നിന്ന് ആളെ മനസ്സിലാക്കാൻ പറ്റും. അത് ഹുക്കുമിൽ ഉള്ള പ്രത്യേകം അള്ളാഹു ചിലർക്ക് നൽകുന്ന ശ്രേഷ്ഠതയാണ്. അങ്ങനെ അറിയപ്പെട്ട പലരും ഇസ്ലാമിക ചരിത്രത്തിലുണ്ട്. ഷുറൈഹ് അൽ ഖാദി, അതുപോലെ താബിഈങ്ങളുടെ കൂട്ടത്തിൽ തന്നെ മറ്റു ചിലർ അങ്ങനെ അറിയപ്പെട്ടത്. ഇയാസ് ഇബ്നു മുആവിയ റഹിമഹുല്ലാഹ്, ഷുറൈഹ് അൽ ഖാദി, ഇവരൊക്കെ വിധിക്കുന്ന ആളുകൾക്കിടയിൽ തർക്കമുണ്ടായാൽ ശരിയായ വിധി വിധിക്കുന്ന കാര്യത്തിൽ അറിയപ്പെട്ടവരാണ്. അവരിൽ ചിലരോട് അതേക്കുറിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞത് കാണാം, ഇത് പഠിച്ചെടുക്കാൻ പറ്റിയ ഒരു സംഗതിയല്ല, മറിച്ച് അല്ലാഹു റബ്ബുൽ ആലമീൻ നൽകുന്ന പ്രത്യേകമായ ഒരു തൗഫീഖാണ്. ചിലപ്പോൾ അറിവുണ്ടായാൽ അത് നടക്കണമെന്നില്ല. രണ്ടു കൂട്ടർ തർക്കവുമായി വന്നാൽ അതിൽ ശരിയായ വിധി പറയാൻ അത് പ്രത്യേകമായ അള്ളാഹുവിൻ്റെ ഒരു തൗഫീഖും പ്രത്യേകമായ ഒരു ബുദ്ധിയും തന്നെ വേണ്ടതുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, ചില പിതാക്കളെക്കാൾ മക്കൾക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല ശ്രേഷ്ഠത നൽകിയേക്കും എന്നാണ്. നിങ്ങൾ സഈദ് ഇബ്നു സെയ്ദ് എന്ന മഹാനായ സഹാബിയെ കേട്ടിട്ടില്ലേ? സഈദ് ഇബ്നു സെയ്ദ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 സഹാബിമാരിൽ ഒരാളായിരുന്നു. അദ്ദേഹത്തിൻ്റെ പിതാവ് ജാഹിലിയത്തിൽ ജീവിച്ച ആളാണ്. അദ്ദേഹം പക്ഷേ ജാഹിലിയത്തിൽ അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്ത ആളായിരുന്നു സെയ്ദ്. അദ്ദേഹം സത്യം അന്വേഷിച്ച് പല നാടുകളിലും സഞ്ചരിച്ചു. ഒടുവിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ നാട്ടിൽ തന്നെയാണ് നിയോഗിക്കപ്പെട്ടത് എന്നറിഞ്ഞു. തിരിച്ചു വരവേ അദ്ദേഹം കൊല്ലപ്പെട്ടു. എന്നുമല്ല, മറ്റു വേറെ ചില ഗ്രന്ഥങ്ങളിൽ അദ്ദേഹം റബ്ബ് എനിക്ക് സ്വീകരിക്കാൻ സാധിക്കാതെ പോയ, എനിക്ക് പിൻപറ്റാൻ സാധിക്കാതെ പോയ ഈ നബിയെ പിൻപറ്റാൻ എൻ്റെ മകന് തൗഫീഖ് ചെയ്യണം എന്ന് ദുആ ചെയ്തിരുന്നു എന്നുവരെ ചില ചരിത്രങ്ങളിൽ കാണാം. അല്ലാഹു അലം. മകൻ ആരായി? മിനൽ അശറത്തിൽ മുബശ്ശരീൻ ജന്ന, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 സഹാബിമാരിൽ ഒരാളായി. ഇമാം അബൂബക്കർ ബിൻ അബി ദാവൂദിൻ്റെ അദ്ദേഹത്തെക്കുറിച്ച് തന്നെ നമുക്ക് അതിലേക്ക് തിരിച്ചു വരാം. അദ്ദേഹം വളരെ പ്രസിദ്ധമായ പല ഗ്രന്ഥങ്ങളും രചിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സുനനുണ്ട്, മസാഹിഫ്, അതുപോലെ ശരീഅത്തുൽ മഖാരി', അന്നാസിഖ് വൽ മൻസൂഖ്, അൽ ബഅസ് തുടങ്ങിയവ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളാണ്. സുനൻ, മസാഹിഫ്, ശരീഅത്തുൽ മഖാരി', അന്നാസിഖ് വൽ മൻസൂഖ്, അൽ ബഅസ് തുടങ്ങിയ ഗ്രന്ഥങ്ങൾ. അതുപോലെ അഹ്ലുസുന്നത്തിൻ്റെ പല മഹാന്മാരായ പണ്ഡിതന്മാരും അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരായിരുന്നു. ഇമാം ഇബ്നു ഹിബ്ബാൻ മുഹദ്ദിസാണ്, അദ്ദേഹം ഈ അബൂബക്കർ ബിൻ അബി ദാവൂദിൻ്റെ ശിഷ്യനാണ്. അതുപോലെ ഇബ്നു ബത്താഹ്, ഇബ്നു ഷാഹീൻ തുടങ്ങിയ പണ്ഡിതന്മാർ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരിൽപ്പെട്ടവരാണ്. അദ്ദേഹം വളരെ ചെറിയ പ്രായത്തിൽ തന്നെ സിജിസ്ഥാനിൽ നിന്ന്
ധാരാളം നാടുകളിലേക്ക്, കിഴക്കും പടിഞ്ഞാറും, അതുപോലെ ഖുറാസാൻ, അസ്ബഹാൻ, ബഗ്ദാദ്, കൂഫ, മക്ക, മദീന, ഷാം, മിസ്ർ, ഇങ്ങനെ ധാരാളം നാടുകളിലേക്ക് ചൊല്ലുകയും ഹദീസുകൾ മുഹദ്ദിസുകളിൽ നിന്ന് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അതിനുവേണ്ടി അദ്ദേഹം ഒരുപാട് പ്രയാസങ്ങളും കഷ്ടങ്ങളും സഹിച്ചത് അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ കാണാം. മുസ്ലിമീങ്ങൾക്കിടയിൽ വലിയ സ്ഥാനം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അദ്ദേഹം മരണപ്പെട്ടപ്പോൾ ചരിത്രത്തിൽ കാണാം നമുക്ക് 3 ലക്ഷത്തോളം ആളുകൾ അദ്ദേഹത്തിൻ്റെ ജനാസയിൽ പങ്കെടുത്തു എന്നാണ്. നിങ്ങൾ നോക്കൂ, ആധുനിക സൗകര്യങ്ങളോ മറ്റോ ഒന്നുമില്ലാത്ത കാലത്താണ് അദ്ദേഹത്തിൻ്റെ ജനാസയിൽ ഇത്രയും ആളുകൾ പങ്കെടുത്തു എന്ന് ചരിത്രത്തിൽ കാണാം. അദ്ദേഹത്തിന് 3 ആൺമക്കളുണ്ടായിരുന്നു. അബ്ദുൽ അല, മുഹമ്മദ്, അബു മഅ്മർ, ഉബൈദുല്ലാഹ്, ഇങ്ങനെ 3 ആൺമക്കളുണ്ടായിരുന്നു. അതുപോലെ 5 പെൺമക്കളും ഉണ്ടായിരുന്നു. അഹ്ലുസുന്നത്തിൽ വളരെ അറിയപ്പെട്ട പണ്ഡിതനാണ് റഹിമഹുല്ലാഹു റഹ്മത്തൻ വാസിഅ. ഇനി നമുക്ക് ഈ മന്ദൂമയിലേക്ക് കടക്കാം. നമ്മൾ പഠിച്ചതുപോലെ, നമ്മൾ മനസ്സിലാക്കിയതുപോലെ ഇതിൻ്റെ പേര് ഹായിയ എന്നാണ്. എന്താണ് ഹായിയ എന്ന് പേര് വന്നത്? അതിൻ്റെ അവസാനത്തെ അക്ഷരം എന്തിലാണോ ഈ കവിതയുടെ വരികൾ അവസാനിക്കുന്നത് അത് വെച്ചിട്ടാണ് ഇങ്ങനെ പേര് പറയുക, ഹായിയ. നമ്മൾ നോക്കൂ, ഇതെല്ലാം ഇതിലോരോ വരികൾ അവസാനിക്കുന്നത് ഹായിലാണ്. തമസ്സക് ബിഹബ്ലില്ലാഹി വത്തബിഉൽ ഹുദ വലാ തകു ബിദ്ഇയ്യൻ ലഅല്ലക തുഫ്ലിഹു വദിൻ ബികിതാബില്ലാഹി വസുനനില്ലതി അതത അൻ റസൂലില്ലാഹി തൻജു വതർബഹു. നോക്കൂ, ഹായിൽ അവസാനിക്കുന്നത് അങ്ങനെ പറയും. ഇപ്പോൾ ഇബ്നുൽ ഖയ്യിമിൻ്റെ നൂനിയ, എന്തുകൊണ്ടാണത്? നൂനിൽ അവസാനിക്കുന്നു എന്നതുകൊണ്ട് നൂനിയ എന്ന് പറയും. മീമിൽ അവസാനിച്ചാൽ മിമിയ ഇങ്ങനെ പറയും. ഹായിയ എന്നറിയപ്പെടുന്നത് ഇതുകൊണ്ടാണ്. നോക്കൂ, ഇതിലെ ആദ്യത്തെ വരികൾ നമുക്ക് മനസ്സിലാക്കാം. തമസ്സക് ബിഹബ്ലില്ലാഹി വത്തബിഉൽ ഹുദ വലാ തകു ബിദ്ഇയ്യൻ ലഅല്ലക തുഫ്ലിഹു വദിൻ ബികിതാബില്ലാഹി വസ്സുനനില്ലതി അതത അൻ റസൂലില്ലാഹി തൻജു വതർബഹു. തമസ്സക്, നീ മുറുകെ പിടിക്കുക. ബിഹബ്ലില്ലാഹ്, അള്ളാഹുവിൻ്റെ പാശത്തിൽ, അള്ളാഹുവിൻ്റെ കയറിൽ നീ മുറുകെ പിടിക്കുക. വത്തബിഅ, നീ പിൻപറ്റുക. അൽ ഹുദ, സന്മാർഗം, വെളിച്ചം നീ പിൻപറ്റുക. വലാ തകു, നീ ആയിത്തീരരുത്. ബിദ്ഇയ്യൻ, എന്താണ് ബിദ്ഇയ്യൻ എന്ന് പറഞ്ഞാൽ? ഒരു ബിദ്അത്തുകാരനായി തീരരുത്. ലഅല്ലക തുഫ്ലിഹു, എങ്കിൽ നിനക്ക് വിജയിക്കാം. വദിൻ ബികിതാബില്ലാഹ്, നീ അള്ളാഹുവിൻ്റെ ദീൻ അനുസരിച്ച് നിൻ്റെ ജീവിതം ചിട്ടപ്പെടുത്തുക. നിൻ്റെ ദീൻ അതായിരിക്കും, അള്ളാഹുവിൻ്റെ കിതാബ് അനുസരിച്ച് നിൻ്റെ ദീൻ നീ ചിട്ടപ്പെടുത്തുക. നിൻ്റെ ദീൻ എന്തായിരിക്കണം? കിതാബുല്ലാഹ്, അള്ളാഹുവിൻ്റെ കിതാബ്, അതുപോലെ വസുനൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും. ദീൻ നിൻ്റെ ദീനായിരിക്കുക, അഥവാ നിൻ്റെ ജീവിത മാർഗമായിരിക്കുക. എന്ത്? ബികിതാബില്ലാഹ്, അള്ളാഹുവിൻ്റെ കിതാബായിരിക്കുക നിൻ്റെ ജീവിത മാർഗം, നിൻ്റെ ദീൻ. വസുനൻ, അതുപോലെ സുന്നത്തുകൾ, അല്ലതി അതത അൻ റസൂലില്ലാഹ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്നിട്ടുള്ള സുന്നത്തെന്തോ അതായിരിക്കുക, ഖുർആനായിരിക്കുക നിൻ്റെ ദീൻ. തൻജു, എങ്കിൽ നിനക്ക് വിജയിക്കാം. വതർബഹു, തൻജു, നിനക്കെങ്കിൽ രക്ഷപ്പെടാം. വതർബഹു, നിനക്ക് ലാഭം നേടാം. നോക്കൂ, ഈ 2 വരികളിൽ എന്താണ് ഈ മഹാനായ ഇമാം നമുക്ക് നൽകിയിട്ടുള്ള ഉപദേശം? നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ ഉപദേശവും ഇക്കാലത്ത് ഇതു പറയുന്നവരെ പരിഹസിക്കുന്ന പിഴച്ച ആളുകളുടെ പരിഹാസവും നിങ്ങളൊന്ന് കൂട്ടി വായിച്ചു നോക്കൂ. ആർക്കാണ് മുൻഗാമികളുടെ പാരമ്പര്യമുള്ളത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഞങ്ങളാണ് അഹ്ലുസുന്ന, ഞങ്ങളാണ് സുന്നത്ത് ജമാഅത്ത്, നിങ്ങൾ പുത്തൻവാദികളാണ് എന്നൊക്കെ പറയുന്ന ആളുകളാണോ? അതല്ല ഖുർആനും സുന്നത്തും എന്ന് പറയുന്നവരാണോ? നിങ്ങൾ നോക്കൂ, ഖുർആനും സുന്നത്തും എന്ന് പറയുന്നതിനെ പോലും പരിഹസിക്കുന്നവരുണ്ട്. ഖുർആനും സുന്നത്തും എന്ന് പറഞ്ഞാൽ അതിനെ പരിഹസിക്കുന്ന, അതിനെ കളിയാക്കുക. എന്ത് ഖുർആനും സുന്നത്തും എന്ന് ചോദിക്കുന്നവരുണ്ട്. ബിദ്അത്ത് നിങ്ങൾ സ്വീകരിക്കരുത്, ഖുർആനും സുന്നത്തിനും വന്നത് സ്വീകരിക്കുക, ബിദ്അത്ത് സ്വീകരിക്കരുത്, ബിദ്അത്തിൻ്റെ ആളായി പോകുക എന്ന് പറഞ്ഞാൽ അതിനെ എതിർക്കുന്ന എത്ര ആളുകളുണ്ട്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഇതാ മുൻഗാമികളുടെ വഴി ഇവരുടേതായിരുന്നെങ്കിൽ ഇമാം എന്തു പറയണം? നിങ്ങളൊക്കെ ഓരോരുത്തരും അവരുടെ കാലത്തെ ആളുകൾ പറയുന്ന ദീനനുസരിച്ച് ജീവിച്ചു കൊള്ളുക. എപ്പോഴും ഈ ആളുകൾക്ക് ഷിർക്ക് ബിദ്അത്ത്, ഷിർക്ക് ബിദ്അത്ത് ഇതേ പറയാം എന്ന് ചോദിക്കുന്നവരോട് നോക്കുക, നമുക്ക് എന്താണ് പറയാനുള്ളത്? ഇത് ഇമാമിങ്ങളുടെ പാരമ്പര്യമാണ്.
ഇത്രയും മഹാനായ ഇത്രയും മുൻഗാമിയായ ഇമാമിൻ്റെ പാരമ്പര്യമാണെന്ത്, ഇമാമിങ്ങളുടെ പാരമ്പര്യമാണെന്ത്? ബിദ്അത്ത് സ്വീകരിക്കരുത്, ഖുർആനും സുന്നത്തും നീ സ്വീകരിച്ചു കൊള്ളുക എന്ന് പറയുക. അത് മുൻഗാമികളുടെ വഴിയാണ്. നോക്കൂ, അള്ളാഹുവിൻ്റെ ഹബിലിൽ മുറുകെ പിടിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹുവിൻ്റെ ഹബിൽ എന്നാൽ എന്താണ്? അള്ളാഹു ഖുർആനിൽ പറഞ്ഞതാണത്. വഅതസിമു ബിഹബ്ലില്ലാഹി ജമീഅൻ വലാ തഫറഖൂ. നിങ്ങൾ അള്ളാഹുവിൻ്റെ കയറിൽ മുറുകെ പിടിക്കുക. വലാ തഫറഖൂ, നിങ്ങൾ ഭിന്നിച്ചു പോകരുത്. ആ കയറിൽ നിന്ന് പിടിവിട്ടാൽ അവരാണ് യഥാർത്ഥത്തിൽ ഉമ്മത്തിൽ ഭിന്നിപ്പുണ്ടാക്കുക. അള്ളാഹുവിൻ്റെ കയർ എന്നാൽ അവൻ്റെ വഹിയാണ്, അവൻ അവതരിപ്പിച്ച വഹിയാണത്. ഖുർആനും അതുപോലെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും, അതാണ് അള്ളാഹുവിൻ്റെ കയർ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. സുബ്ഹാനല്ലാഹ്, ആളുകൾ പടച്ചുണ്ടാക്കിയ വിശ്വാസം സ്വീകരിക്കലാണോ നല്ലത്? അതല്ല, അള്ളാഹു റബ്ബുൽ ആലമീൻ ഇതാ ഇന്നത് നിങ്ങൾ വിശ്വസിക്കണം എന്ന് പറഞ്ഞ് അവൻ അവതരിപ്പിച്ചത് സ്വീകരിക്കലാണോ നല്ലത്? അള്ളാഹുവിൽ രക്ഷപ്പെടാൻ ഇത് സ്വീകരിച്ചേ പറ്റൂ, എങ്കിലേ ഒരാൾ വിജയിക്കുകയുള്ളൂ. അള്ളാഹു അവതരിപ്പിക്കാത്തത് സന്മാർഗമായ ആരെങ്കിലും സ്വീകരിച്ചാൽ അവനൊരിക്കലും രക്ഷപ്പെടുകയില്ല. ഇമാം ഔസാഇ റഹിമഹുല്ലാ, അബ്ദുറഹ്മാൻ ബിൻ അമർ അൽ ഔസാഇ റഹിമഹുല്ലാ, അദ്ദേഹം പറഞ്ഞു, നദൂറു മഅൽ കിതാബി വസ്സുന്നതി ഹൈസു ദാറാ. കിതാബും സുന്നത്തും എങ്ങോട്ട് തിരിഞ്ഞോ നാം അങ്ങോട്ട് തിരിയും. ഖുർആനും സുന്നത്തും എന്തു പറയുന്നോ അതായിരിക്കും നമ്മുടെ ദീൻ. ഇതാണ് ഇമാമിങ്ങൾ പഠിപ്പിച്ചത്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ അദ്ദേഹം പറയുകയുണ്ടായി, ലൈസൽ ഇഅ്തിഖാദു ലി വലാ ലിമൻ ഹുവ അക്ബറു മിന്നി, അൽ ഇഅ്തിഖാദു ലില്ലാഹ് വലിറസൂലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. വിശ്വാസം ഇതാ മുസ്ലിമീങ്ങൾ ഇന്നത് വിശ്വസിക്കണം. അത് പറയാൻ എനിക്കവകാശമില്ല, അതൊന്നും എൻ്റെതല്ല, ഞാനുണ്ടാക്കിയതല്ല, എന്നെക്കാൾ വലിയ പണ്ഡിതന്മാരുണ്ടാക്കിയതുമല്ല, അവരൊന്നുമല്ല അതിൻ്റെ ആളുകൾ. മറിച്ച് അൽ ഇഅ്തിഖാദു ലില്ലാഹ് വലിറസൂലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ശ്വാസം എന്തായിരിക്കണം എന്ന് പഠിപ്പിച്ചത് റബ്ബാണ്, അവൻ്റെ റസൂലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതല്ലേ സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയുടെ പ്രസംഗങ്ങളിൽ അതിൻ്റെ തുടക്കത്തിൽ പറയാറുള്ളത് എന്താണ്? ഫഇന്ന അസ്ദഖൽ ഹദീസ് കിതാബുല്ലാഹ് വഖൈറുൽ ഹുദാ വഖൈറുൽ ഹദി ഹദി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊരു ഖിറാഅത്തിൽ വഖൈറുൽ ഹുദാ ഹുദാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും സത്യമായ ഹദീസ്, ഏറ്റവും ശരിയായ വർത്തമാനം എന്നാൽ കിതാബുല്ലാഹ്, അള്ളാഹുവിൻ്റെ കിതാബാണ്. ഏറ്റവും ശരിയായ വഴി എന്നാൽ അത് ഹദിയു മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണ്. കിതാബും സുന്നത്തും മുറുകെ പിടിക്കുക, അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുക. അള്ളാഹുവിനെയും റസൂലിനെയും എങ്കിൽ അവൻ വിജയിക്കും. അള്ളാഹു പറഞ്ഞു നോക്കൂ നിങ്ങൾ, فإما يأتينكم مني هدى فمن اتبع هداي فلا يضل ولا يشقى. ആദം നബി അലൈഹിസ്സലാമിനെ ഹവ്വായിനെ ഈ ഭൂമിയിലേക്ക് പറഞ്ഞയക്കുമ്പോൾ അള്ളാഹു എന്താണ് പറഞ്ഞത്? എൻ്റെ ഹുദ നിങ്ങൾക്ക് വന്നെത്തിയാൽ ആരത് പിൻപറ്റിയോ, ഫമനിത്തബ ഹുദായി, എൻ്റെ ആ വെളിച്ചം സന്മാർഗം ആര് പിൻപറ്റിയോ, ഫലാ യദില്ലു വലാ യഷ്ഖാ, ഫലാ യദില്ലു അവൻ വഴി തെറ്റുകയില്ല, വലാ യഷ്ഖാ അവൻ ദൗർഭാഗ്യമടയുകയില്ല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു ഈ ആയത്തിനെ കുറിച്ച്, തകഫലല്ലാഹ്, അള്ളാഹു ബാധ്യതയേറ്റിരിക്കുന്നു, ലിമൻ ഖറഅൽ ഖുർആന വഅമില ബിമാ ഫീഹ്, ആരാണ് ഖുർആൻ മനസ്സിലാക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തത്, അല്ലാ യദില്ല ഫി ദുനിയ, അവൻ ദുനിയാവിൽ വഴികേടിലാവുകയില്ല, വലാ യഷ്ഖാ ഫിൽ ആഖിറ, പരലോകത്ത് ദൗർഭാഗ്യം അടയുകയുമില്ല. ദുനിയാവിലെ ദലാലത്തിൽ നിന്ന് അവൻ ഹിദായത്തിലായി, പരലോകത്തെ ഷഖാവത്തിൽ നിന്ന്, പരലോകത്തെ ദൗർഭാഗ്യത്തിൽ നിന്ന് അവൻ സആദ, പരലോകത്ത് അവൻ സൗഭാഗ്യം നേടി. നോക്കൂ, ഖുർആനിൽ അല്ലാഹു പറഞ്ഞത്, ഫസ്തംസിക് ബില്ലദി ഊഹിയ ഇലൈക്, നബിയെ ഫസ്തംസിക്, മുറുകെ പിടിക്കുക താങ്കൾ, ബില്ലദി ഊഹിയ ഇലൈക്, താങ്കൾക്ക് വഹിയായി നൽകപ്പെട്ടതെന്തോ അത് മുറുകെ പിടിക്കുക. സ്തംസക എന്ന് പറഞ്ഞാൽ എന്താണ്? ശരിക്ക് പിടിക്കുക. അംസക എന്ന് പറയുന്നതിൻ്റെ അപ്പുറത്താണ് എന്ത്? സ്തംസക എന്ന് പറഞ്ഞാൽ ഫസ്തംസിക്, മുറുകെ പിടിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, നിങ്ങൾ എൻ്റെ വഴി, എൻ്റെ സഹാബത്തിൻ്റെ വഴി സ്വീകരിക്കുക, തമസ്സകൂ ബിഹാ, മുറുകെ പിടിക്കൂ നിങ്ങൾ, വഅദ്ദു അലൈഹ ബിന്നവാജിദ്, അണപ്പല്ലുകൾ കൊണ്ട് നിങ്ങളത് കടിച്ചു പിടിക്കൂ എന്ന് റബ്ബ് സുബ്ഹാനഹു വതആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ. അതുകൊണ്ട് നോക്കൂ, ഖുർആനും സുന്നത്തുമാണ് നമ്മുടെ ദീനിൻ്റെ പ്രമാണങ്ങൾ. ഇത് പ്രിയമുള്ളവരെ
എത്ര തവണ കേട്ടവനാണ് നമ്മൾ. എത്ര തവണ കേട്ടാലും ആവർത്തിച്ച് കേട്ടാലും അതിലൊരു വിരസത തോന്നരുത്, മടുക്കരുത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞത് മറക്കാതിരിക്കുക. ഇന്നിത് മുസല്ലമാണ്, പക്ഷെ നാളെ അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല. ഇന്ന് എല്ലാവരും അംഗീകരിക്കും, തർക്കമില്ല. നാളെ അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല. നിങ്ങൾ നോക്കൂ, ഈ ഉമ്മത്തിൻ്റെ ആദ്യകാലത്ത് അള്ളാഹു അല്ലാത്തവരോട് വിളിച്ച് പ്രാർത്ഥിക്കാമോ എന്നതൊരു തർക്ക വിഷയമായിരുന്നു. അല്ല, ഒരിക്കലുമല്ല. മുസ്ലിമീങ്ങൾക്കത് പരിചയമില്ല. അത് കുഫാറുകളുടെ, മുശ്രിക്കുകളുടെ ദീനാണെന്ന് ഓരോ മുസ്ലിമിനും അറിയാം. അന്നത് തർക്കമായിരുന്നില്ല. കാലം കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? അത് തർക്ക വിഷയമായി മാറി. ഇസ്ലാമിൻ്റെ അടിത്തറ. നിങ്ങൾ വിചാരിക്കരുത് സഹോദരങ്ങളെ, കാലം എങ്ങോട്ടാണ് പോകുന്നത് എന്ന് മനസ്സിലാക്കുക. നിങ്ങൾ നോക്കൂ, ഈ അടുത്ത കാലത്ത് ഒരു അങ്ങേയറ്റത്തെ വൃത്തികേടുമായി എതിർലിംഗത്തിൽപ്പെട്ട ആളുകളുമായി അല്ലാതെ സമാനമായ ദമ്പതികൾ, ഒരേ ലിംഗത്തിൽപ്പെട്ട ദമ്പതികൾ എന്ന് പറഞ്ഞ് വന്ന 2 പെൺകുട്ടികളോട് ഒരാൾ ചോദിക്കുകയാണ്, അവരെ പൊക്കിക്കൊണ്ട് വന്ന ഒരാൾ പറയുന്നത്, നിങ്ങളോട് ഈ മാതാപിതാക്കളോടുള്ള ബാധ്യത ഇതൊക്കെ വലിയ കാര്യമായി പറയാറുണ്ടോ? എന്നൊക്കെ ആളുകൾ പറയാറുണ്ടല്ലോ. യഥാർത്ഥത്തിൽ എന്താണ്, അങ്ങനെ ഒന്നുണ്ടോ? ഒരാൾ ചോദിക്കുകയാണ്, അങ്ങനെ ഒന്നുണ്ടോ? അങ്ങനെ ഒന്നുമില്ല എന്ന രൂപത്തിൽ നിങ്ങൾ നോക്കൂ. വളരെ ബോധപൂർവമായ പ്രചാരണങ്ങൾ ഇന്ന് അതിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ വെറുതെയാണ്. കാരണം എന്താണ്, ഇത് പറയുന്നവൻ അല്ലാഹുവിൻ്റെ ദീനിൽ വിശ്വാസമില്ലാത്തവനാണ്. അവനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ എന്ന് പറഞ്ഞാൽ കുറേ പദാർത്ഥങ്ങളുടെ ഒരു കൂട്ടം. ഈ പദാർത്ഥത്തിൻ്റെ കൂട്ടത്തിൽ നിന്ന് വേറൊരു പദാർത്ഥം പുറത്തേക്ക് വന്നു. ഇത് മാത്രമേ ഉള്ളൂ മാതാപിതാക്കളും മക്കളും എന്ന് പറഞ്ഞാൽ. എന്തിനാണ് ബാധ്യത? എന്തിനാണ് അവകാശങ്ങൾ? എന്തു ബന്ധം? എന്ത് കുടുംബം? എന്ത് സ്നേഹം? ഒന്നിൻ്റെയും ആവശ്യമില്ല. നോക്കൂ നിങ്ങൾ, സകല മൂല്യങ്ങളെയും അതിൻ്റെ അടിത്തറയിൽ നിന്ന് തകർത്ത് കളയാൻ പരസ്യമായി പറയാൻ. നിങ്ങൾ നോക്കൂ, ഒരാൾ ഇങ്ങനെയുള്ള ആളുകളോട്, മാതാപിതാക്കളോട് ബാധ്യതയുണ്ട് എന്ന കാര്യം ഇത് മുസ്ലിമീങ്ങളുടെ മാത്രം വാദമാണോ? അല്ലാതെ മനുഷ്യർക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. അത് അവർ വെറുതെ അറിഞ്ഞതല്ല. അള്ളാഹുവിൻ്റെ നബിമാർ പഠിപ്പിച്ച വിജ്ഞാനമാണ്. ലോകത്ത് അള്ളാഹുവിൻ്റെ നബിമാർ പഠിപ്പിക്കാത്ത നന്മയുടെ ഒരു വിജ്ഞാനവുമില്ല. അവർ പഠിപ്പിച്ച നന്മകളെ ദുനിയാവിലുള്ളൂ. ബാക്കി മനുഷ്യർ പഠിച്ചെടുത്ത, മനുഷ്യർ കണ്ടുപിടിച്ച ഏത് കണ്ടുപിടുത്തവും അള്ളാഹുവിൻ്റെ നബിമാർ കൊണ്ടുവന്ന നിയമത്തിൻ്റെ പിൻബലമില്ലേ, ഈ കണ്ടുപിടുത്തം കൊണ്ട് ഉപകാരത്തെക്കാൾ ഉപദ്രവമായിരിക്കും. എഴുതി വെച്ചോളൂ നിങ്ങൾ ഇക്കാര്യം. ഇതെൻ്റെ വാക്കല്ല, ഇത് ഇമാമുമാരുടെ വാക്കാണ്. അള്ളാഹുവിൻ്റെ നബിമാരുടെ വിജ്ഞാനം അതേ ലോകത്ത് നന്മയുണ്ട്. അവർ വഴിക്ക് വന്ന വിജ്ഞാനം എന്തോ അതേ ലോകത്ത് നന്മയുണ്ടാക്കും. നീ നന്മ ചെയ്യണം, നീ നല്ല നിലക്ക് പെരുമാറണം, നീ സത്യസന്ധത പാലിക്കണം, നീ വഞ്ചിക്കരുത്, നീ ഖൈർ ചെയ്യണം, നീ ഷർറ് ചെയ്യരുത്, നീ അതിക്രമം പ്രവർത്തിക്കരുത്. ആര് പഠിപ്പിച്ചാണ് ഇതൊക്കെ? അള്ളാഹുവിൻ്റെ നബിമാർ പഠിപ്പിച്ച വിജ്ഞാനമാണ്. അള്ളാഹുവിൻ്റെ നുബൂവത്തിൻ്റെ സൂര്യൻ ഉദിച്ചില്ല എങ്കിൽ ലോകം മുഴുവൻ ഇരുട്ടിനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിയോഗിച്ച സമുദായത്തെക്കുറിച്ച് അള്ളാഹു എന്താണ് പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെടുന്നതിന് മുമ്പ് അള്ളാഹു ഭൂമിയിലേക്ക് നോക്കി. നബി നിയോഗിക്കപ്പെടുന്നതിന് മുമ്പുള്ള കാലഘട്ടം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, റബ്ബ് ഭൂമിയിലേക്ക് നോക്കി, ഫമഖതഹും അറബഹും വഅജമഹും, അവരിൽ മുഴുവൻ ആളുകളുടെ, ഭൂനിവാസികളോട് മുഴുവൻ അള്ളാഹു റബ്ബുൽ ആലമീൻ കോപിച്ചു. അവരെ മുഴുവൻ അള്ളാഹു വെറുത്തു. ഇല്ലാ ബഖായ മിൻ അഹ്ലിൽ കിതാബ്, അഹ്ലുൽ കിതാബിൽ നിന്ന് ബാക്കിയായ ഒരല്പം പേരെ ഒഴികെ. റബ്ബിൻ്റെ കോപം ആർക്കാണ് അതിനു മുന്നിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കുക? റബ്ബ് വെറുക്കുക എന്ന് പറഞ്ഞാൽ ലോകർ മുഴുവൻ റബ്ബിൻ്റെ വെറുപ്പിന് പാത്രീഭൂതരായിരുന്നു. ലോകർ മുഴുവൻ ഇരുട്ടിലായിരുന്നു. അവിടെയാണ് അള്ളാഹുവിൻ്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു നിയോഗിക്കുന്നത്. എന്ത് സംഭവിച്ചു? വെറുതെയാണ് റബ്ബ് പറഞ്ഞത്, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ, ലോകർക്ക് മുഴുവൻ കാരുണ്യമായി കൊണ്ടാണ് നബിയെ താങ്കൾ നാം നിയോഗിച്ചിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ടുവന്ന അള്ളാഹുവിൻ്റെ വഹീനാൽ നമുക്ക് എത്തിച്ചു തന്ന ഈ ദീൻ കൊണ്ടാണ് അള്ളാഹുവിൻ്റെ റഹ്മത്ത് നമുക്ക് കിട്ടിയത്. അല്ലെങ്കിൽ നമുക്ക് എന്താണ് കിട്ടുക? തെറ്റായ വിശ്വാസത്തിൽ, ദലാലത്തിൽ. അതുകൊണ്ടാണ് നോക്കൂ നിങ്ങൾ, മനുഷ്യന് അവൻ്റെ ഭക്ഷണപാനീയങ്ങളെക്കാൾ അവൻ ആവശ്യക്കാരനാണ്. എന്തിന്? അള്ളാഹുവിൻ്റെ നുബൂവ, അവരൊരു നബിയെ ലോകത്ത് നിയോഗിക്കണം, ആ നബിയെ പിൻപറ്റണം.
നമ്മുടെ വിശ്വാസം എന്ത്, നമുക്ക് വേണ്ടുന്ന നന്മയേത്, ചെയ്യേണ്ടതേത്, പാടില്ലാത്ത ഇത് പഠിപ്പിച്ചു തരണം പ്രിയമുള്ളവർ. അല്ലെങ്കിൽ നമ്മുടെ സ്ഥിതി എന്താണ്? കാലികളെക്കാൾ മോശം. ഉലൈക കൽ അൻആം ബൽ ഹും അദൽ, അവർ കന്നുകാലികളെ പോലെയാണ്, അല്ല അതിനേക്കാൾ മോശമാണെന്നാണ് അള്ളാഹു പറയുന്നത്. കാരണം കന്നുകാലികൾക്ക് പോലും എന്ത് വിവരമുണ്ട്, അവനവൻ ഉപദ്രവകരമായതിൽ നിന്ന് മാറി നിൽക്കണം എന്നൊരു പൊതുബോധം കന്നുകാലികൾ, അതിന് ഉപദ്രവകരമാകും എന്ന് കണ്ടാൽ അത് അവിടുന്ന് മാറി നിൽക്കും. മനുഷ്യൻ്റെ സ്ഥിതി അതിനേക്കാൾ മോശമാണ്. കാരണം അവനെ ഏറ്റവും വലിയ അപകടത്തിൽ, അവനെ തീരാത്ത, അന്ത്യമില്ലാത്ത, അറ്റമില്ലാത്ത നരകത്തിയിൽ അകപ്പെടുത്തുന്ന വൃത്തികേടുകളിൽ, കുഫറിൽ, ശിർക്കിൽ, വിചാരത്തിൽ, സ്വവർഗരതിയിൽ, തിന്മകളിൽ പോകാൻ മനുഷ്യന് യാതൊരു മടിയും ഉണ്ടാവില്ല. അവൻ ആഖിബത്ത് ചിന്തിക്കുകയില്ല. മനുഷ്യൻ അങ്ങനെയാണ്. ബലൂമും ജഹൂലുമാണവൻ. ബലൂം എന്നാൽ അവൻ അക്രമിയാണ്, ജഹൂൽ എന്നാൽ അവൻ വിവരമില്ലാത്തവനാണ്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ അള്ളാഹു എന്തുമായി നിയോഗിച്ചു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അള്ളാഹു പറഞ്ഞില്ലേ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം യസ്ലു അലൈഹിം ആയാതിഹി, അള്ളാഹുവിൻ്റെ ആയത്തുകൾ ഓതി കേൾപ്പിക്കപ്പെട്ടു, ആ ആയത്തുകൾ ഓതി കേൾപ്പിച്ചു. വയുസക്കീഹിം, എന്നിട്ട് അവരെ ശുദ്ധീകരിച്ചു. വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ, കിതാബും ഹിക്മത്തും അവരെ പഠിപ്പിച്ചു. കിതാബും ഹിക്മത്തും, കിതാബിലൂടെ അത് പഠിച്ചപ്പോൾ മനുഷ്യർ എന്തിൽ നിന്ന് മോചിതരായി? ജഹലിൽ നിന്ന്. അല്ലെങ്കിൽ മനുഷ്യനാരാണ്? ബലൂമൻ ജഹൂലൻ, ബലൂമാണവൻ, അക്രമിയാണ്, ജഹൂലാണ്, വിവരമില്ലാത്തവൻ. കിതാബ് പഠിച്ചപ്പോൾ അവൻ ജഹൽ എന്ന അവസ്ഥയിൽ നിന്ന് അവൻ മാറി, അവൻ അറിവ് കിട്ടി. ഹിക്മത്ത് പഠിപ്പിക്കും. ഹിക്മത്ത് എന്താണ്? വദ്ഉ ശൈഇ ഫീ മൗദിഇഹി, ഓരോന്നും അതിൻ്റെതായ സ്ഥാനത്ത് വെക്കലാണ്. അതിന് വിപരീതമാണ് എന്ത്? ദുൽം, അതിക്രമം. നോക്കൂ, കിതാബിലൂടെ, ഹിക്മത്തിലൂടെ മനുഷ്യൻ ദുൽമിൽ നിന്ന്, ജഹലിൽ നിന്ന് രക്ഷപ്പെട്ടു, അവൻ ശരിയായ വഴിയിലെത്തി. പ്രിയമുള്ളവരെ, ആലോചിച്ച് നോക്കി, ഇതിനേക്കാൾ വലിയ നിഅമത്ത് എന്തുണ്ട്? കാലികളെപ്പോലെ അല്ലെങ്കിൽ അതിനേക്കാൾ മോശക്കാരായി ജീവിക്കേണ്ടി വരുന്ന അവസ്ഥയിൽ നിന്ന് അള്ളാഹു റബ്ബുൽ ആലമീൻ വെളിച്ചമേകി, സന്മാർഗമേകി, എന്ത് വിശ്വസിക്കണം, എന്ത് ചെയ്യണമെന്ന് പഠിപ്പിച്ചു. അതിനേക്കാൾ വലിയ വിജ്ഞാനം എന്തുണ്ട്? അതുകൊണ്ട് അത് പഠിപ്പിച്ചു തന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയോട് നമ്മുടെ ബാധ്യത എത്രയാണ്? പടപ്പുകളിൽ സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ പോലെ നമ്മൾ ആരെയും സ്നേഹിക്കുകയില്ല, നബിയെപ്പോലെ നമ്മൾ ഒരാളെയും ബഹുമാനിക്കുകയില്ല. പടപ്പുകളോടുള്ള ബഹുമാനത്തിൽ നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ കുറിച്ചുള്ള ഏതൊരു മോശമായ വാക്കിനെയും അത് പറയുന്നവനെയും നമ്മൾ അങ്ങേയറ്റം വെറുക്കുന്നതും അകറ്റി നിർത്തുന്നതും അതിൻ്റെ കാരണങ്ങളിൽ ഒന്നിതാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ചെയ്തു തന്ന ഉപകാരം നമ്മുടെ ഉമ്മയും ഉപ്പയും ചെയ്തു തന്ന ഉപകാരത്തെക്കാൾ വലുതാണ്. മാതാപിതാക്കൾ ഇത്ര നിനക്ക് ഉപകാരം ചെയ്തിട്ടില്ല. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഴിക്ക് റബ്ബിൻ്റെ ഫضലിനാൽ നിനക്ക് കിട്ടിയ ഉപകാരം പോലെ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ശരിക്കും മനസ്സിലാക്കുക, നമ്മൾ അള്ളാഹുവിൻ്റെ നിഅമത്ത് അറിയുക. അതില്ലെങ്കിൽ ഇതുപോലെയാണ് അവസ്ഥ. എന്തിനേയും നിഷേധിക്കും ആളുകൾ, എന്തിനേയും കാരണം അവൻ എന്താണ് നിഷേധിച്ചുകൂടാതെ, എന്താണ് പറഞ്ഞുകൂടാത്തത്? ഇന്നിതാ നിരീശ്വരവാദികൾക്ക്, യുക്തിവാദികൾക്കൊക്കെ മറുപടി പറയുന്ന ചിലർ, അസ്ലഹഹുമുല്ലാഹ്, അള്ളാഹു അവരെ നന്നാക്കട്ടെ. ചിലപ്പോൾ ഇഖ്ലാസ് ഉണ്ടാകും, പക്ഷെ പറയുന്നത് പലതും അവരോട് പെരുമാറേണ്ട അല്ലെങ്കിൽ അവർക്ക് മറുപടി പറയേണ്ട രീതിയിലല്ല. സദസ്സുകൾ, കുടുംബങ്ങളും കുട്ടികളും സ്ത്രീകളും ഒക്കെയുള്ള മജ്ലിസിൽ ആളുകളെ വിളിച്ചുകൂട്ടി ഈ ആളുകളുടെ, നിരീശ്വരവാദികളുടെ വർത്തമാനങ്ങൾ അവരെ കാണിക്കുന്നു, കേൾപ്പിക്കുന്നു. അവരുടെ വൃത്തികേടുകൾ, അശ്ലീലങ്ങൾ, മനുഷ്യൻ ജീവിതത്തിൽ ചിന്തിച്ചിട്ട് പോലുമില്ലാത്ത വൃത്തികേടുകൾ അവർ പറയും, അത് കേൾപ്പിക്കും. അതല്ലേ പണ്ട് കാലത്ത് മുലൂക്കുകളിൽ, ബനു ഉമയ്യയിലെ ഭരണാധികാരികളിൽ ചിലർ പറഞ്ഞിട്ടുണ്ട്, അള്ളാഹു ലൂത്ത് നബിയുടെ ഖൗമിൻ്റെ കഥ പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ. അങ്ങനെ ഒരു വിഭാഗം ദുനിയാവിലുണ്ട്, അങ്ങനെ ഒരു പ്രവൃത്തി മനുഷ്യർക്കിടയിൽ ഉണ്ട് എന്ന് തന്നെ എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല. അത് അള്ളാഹു പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഉണ്ട് എന്നറിഞ്ഞത്. കാരണം നേരായ സലീമായ ഹൃദയമുള്ള ഒരാൾക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ്. ഹിന്ദ് റളിയല്ലാഹു അൻഹ എന്ന സഹാബി വനിത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇസ്ലാമിലേക്കുള്ള അനുസരണ പ്രതിജ്ഞ നൽകുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൽ പങ്കു ചേർക്കരുത്, മോഷ്ടിക്കരുത്, കൊലപാതകമരുത്, വ്യഭിചരിക്കരുത് എന്നിങ്ങനെ കരാർ വാങ്ങുമ്പോൾ ഈ സഹാബി വനിത ചോദിച്ചു, അവ യസ്നിൽ ഹുർ അവ തസ്നിൽ ഹുർ? നബി, ഒരു സ്വതന്ത്രയായ പെണ്ണ്, പഴയകാലത്ത് അടിമ സ്ത്രീകൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതായ ആളുകൾക്ക് അറിയാമായിരുന്നു. പക്ഷേ സ്വതന്ത്രയായ ഒരു പെണ്ണ് വ്യഭിചരിക്കുമോ? അവർ ചോദിക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വ്യഭിചരിക്കില്ല എന്ന് കരാർ വാങ്ങുമ്പോൾ കാരണം അവർക്കത് ചിന്തിക്കാൻ കൂടി സാധിക്കുന്നില്ല. എന്നതുപോലെയാണ് ആളുകൾ, നന്മ നിറഞ്ഞിട്ടുള്ള ഹൃദയം കേടുവരാത്ത ആളുകൾ. ഇങ്ങനെയുള്ള
കുട്ടികളുടെയും മറ്റൊക്കെ മുന്നിൽ ഈ വൃത്തികെട്ടവന്മാരുടെ ഈ നജസുകളുടെ വർത്തമാനം കേൾപ്പിക്കുക, അവരുടെ മുഖം കാണിക്കുക. ഒരു മുസ്ലിമിന് ആളുകളുടെ മുഖത്തേക്ക് നോക്കാൻ എങ്ങനെ സാധിക്കും? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തെറി വിളിക്കുന്നവൻ ഇവനെന്ത് മാന്യതയാണ് ഉള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചീത്ത വിളിക്കുക എന്ന് പറഞ്ഞാൽ കുഫറിൻ്റെ മുകളിലുള്ള കുഫറാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചീത്ത വിളിക്കാത്ത കാഫറും ചീത്ത വിളിക്കുന്ന കാഫറും ഒരുപോലെയാണോ? ഒരിക്കലും രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഒരുവൻ അവൻ്റെ മാന്യത പാലിച്ചു, അവനവൻ്റെ ദീനിലാണ്, കുഫറാണ്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അവൻ മാന്യമായി സംസാരിക്കും, ചിലപ്പോൾ പുകഴ്ത്തും, നല്ലത് പറയും. അത് ആ മാന്യതയാണ്. അവൻ ആ മാന്യത പുലർത്തിയിരിക്കുന്നു. എന്നാൽ അവൻ്റെ കാര്യം അങ്ങനെയല്ല. സുബ്ഹാനല്ലാഹ്, ആരെക്കുറിച്ചാണ് അവൻ പറയുന്നത്? ആലോചിച്ച് നോക്കുക. ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെയുള്ള ഏത് വൃത്തികേടും പറയുന്നതിലേക്ക് അവരുടെ വിശ്വാസം എത്തിച്ചിരിക്കുന്നു. അവരുടെ ഈ തെറ്റായ വിശ്വാസം, അവരുടെ കുഫർ അവരെ എത്തിച്ചിരിക്കുന്നു. ഇന്ന് നമ്മൾ എല്ലാവരും അംഗീകരിക്കുന്നത് എന്ന് വിചാരിക്കുന്നത് പലതും നാളെ അങ്ങനെ ആയിരിക്കണമെന്നില്ല. അതുകൊണ്ട് ആവർത്തിച്ചു പഠിക്കുക, പറഞ്ഞുകൊണ്ടേയിരിക്കുക, കുട്ടികളോട് പറഞ്ഞുകൊണ്ടിരിക്കുക. നമ്മുടെ ദീനിൻ്റെ തെളിവുകൾ കിതാബും സുന്നത്തുമാണ്. ഖുർആനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത്, അതാണ് പ്രമാണം, തെളിവതാണ്. അതുപോലെ മറ്റൊരു തെളിവ് ഈ ദീനിലില്ല. നമ്മൾ പഠിച്ചിട്ടുണ്ട്, സഹാബത്ത് മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കണം. സഹാബത്തിൻ്റെ ഖൗൽ, അതിനെല്ലാം ദീനിൽ സ്ഥാനമുണ്ട്. പക്ഷെ അതൊന്നും എന്തല്ല, സ്വതന്ത്രമായ തെളിവുകളല്ല. സ്വതന്ത്രമായ തെളിവ് ഖുർആനും സുന്നത്തും മാത്രമാണ്. സഹാബത്തിൻ്റെ ഖൗൽ വരെ അതിന് ചില നിബന്ധനകളുണ്ട് സ്വീകരിക്കാൻ. രണ്ട് സഹാബിമാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാൻ പാടില്ല. ഇങ്ങനെയുള്ള നിബന്ധനകൾ ഉണ്ട്, അത് തെളിവായി സ്വീകരിക്കാൻ. എന്നാൽ ഖുർആനും സുന്നത്തുമോ അതിനെന്ത് ഷർത്താനുള്ളത്? ഇല്ല. ഖുർആനിൽ വന്നിട്ടുണ്ടോ ദീനിൽ തെളിവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി സ്ഥിരപ്പെട്ടോ കഴിഞ്ഞു, അത് ദീനിൽ തെളിവാണ്. പ്രിയമുള്ളവരെ, ഇത് ആവർത്തിച്ചു മനസ്സിലാക്കുക. ഖുർആനും സുന്നത്തും നമ്മൾ മുറുകെ പിടിക്കുന്നവരാകാൻ നമ്മൾ എന്തു ചെയ്യണം എന്ന് പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുള്ള 7 കാര്യങ്ങൾ ഈ മജ്‌ലിസിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ 7 കാര്യങ്ങൾ ഒരാൾ പാലിച്ചെങ്കിൽ മാത്രമേ അയാൾ എന്താവൂ? ഖുർആനും സുന്നത്തും മുറുകെ പിടിക്കുന്നവനാവുകയുള്ളൂ. ശരിക്കും മനസ്സിലാക്കുക. ഒന്നാമത്തെ കാര്യം, ഖുർആനിനെ, സുന്നത്തിനെ, അള്ളാഹുവിൻ്റെ ഈ വഹീനെ സ്നേഹിക്കുക എന്നതാണ്. അതിനോടുള്ള മഹബ്ബത്താണ്. അതിനെ സ്നേഹിക്കാതെ ഒരാൾ അത് പിൻപറ്റിയവനാവുകയില്ല. ഖുർആൻ ഇഷ്ടപ്പെടണം, സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ ഇഷ്ടപ്പെടണം. അതിൽ വന്നിട്ടുള്ള ചെറുതോ വലുതോ ആയ മുഴുവൻ കാര്യങ്ങളെയും ഇഷ്ടപ്പെടണം. മുഴുവൻ കാര്യങ്ങളെയും നീ ഇഷ്ടപ്പെടണം. അതിനോട് നിനക്ക് വെറുപ്പുണ്ടാകാൻ പാടില്ല. കാരണം അള്ളാഹു പറഞ്ഞതാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതിനോട് വെറുപ്പുണ്ടാവുക എങ്ങനെയാണ് ഒരു മുഅ്മിനിന് അത് യോജിക്കുകയില്ല. അള്ളാഹു പറഞ്ഞു, ذَلِكَ بِأَنَّهُمْ كَرِهُوا مَا أَنزَلَ اللَّهُ فَأَحْبَطَ أَعْمَالَهُم. അള്ളാഹു അവതരിപ്പിച്ചതിനെ അവർ വെറുത്തു കളഞ്ഞു. അപ്പോൾ അള്ളാഹു അവരുടെ പ്രവർത്തനങ്ങളെ മുഴുവൻ നശിപ്പിച്ചു കളഞ്ഞു. പ്രവർത്തനങ്ങൾ മുഴുവൻ പാഴായിപ്പോയ കാഫിറുകളുടെ കൂട്ടത്തിലായിപ്പോയി. എന്ത് കാരണത്താൽ? അള്ളാഹു അവതരിപ്പിച്ചതിനെ വെറുത്തു എന്നതുകൊണ്ട്. ഒരിക്കലും വെറുക്കുക. അള്ളാഹുവിൻ്റെ വഹി, അതിനെ സ്നേഹിക്കുക. ശരിയാണ്, അതിൽ എന്തെങ്കിലും ഒരു കാര്യം പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരുമ്പോൾ ഒരു പക്ഷേ ഒരാൾക്ക് പ്രയാസമുണ്ടായേക്കാം. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, എന്ത്? കുതിബ അലൈക്കുമുൽ ഖിതാൽ വഹുവ കുർഹുൻ ലക്കും. നിങ്ങൾക്ക് യുദ്ധം നിർബന്ധമായിരിക്കുന്നു, എന്നാൽ നിങ്ങളത് വെറുക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് ഈ അഭിസംബോധനയിൽ ഉൾപ്പെടുന്നു. പക്ഷെ അതെന്തല്ല, അള്ളാഹു അവതരിപ്പിച്ചതിനോടുള്ള വെറുപ്പല്ല. മറിച്ച് അത് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസങ്ങളെ ഓർത്ത് ഉള്ള ഒരു ബുദ്ധിമുട്ട് മാത്രമാണ്. അതല്ലാതെ റബ്ബ് അവതരിപ്പിച്ചു എന്നതുകൊണ്ട് അവരതിന് വെറുക്കുന്നില്ല. അള്ളാഹു എന്തിനാണ് ഇത് അവതരിപ്പിച്ചത്, ഇതെന്ത് നിയമമാണ് എന്ന രൂപത്തിലുള്ള, ഒരിക്കലും ആ രൂപത്തിലുള്ള വെറുപ്പല്ലാതെ. അത് സ്വാഭാവികമായി ചില കാര്യങ്ങൾ ചെയ്യുമ്പം, നോമ്പിൻ്റെ സമയത്ത് ഒരാൾക്ക് ചൂടുള്ള സമയമാണ്, നോമ്പ് ഒരാൾക്ക് പ്രയാസകരമായി അനുഭവപ്പെടുക, അവൻ അതുകൊണ്ട് കാഫറായിപ്പോയി എന്നാണോ? അല്ല, ഒരിക്കലുമല്ല. അവനതിന് ഇഷ്ടപ്പെടുന്നുണ്ട്, പക്ഷെ അത് ചെയ്യാൻ അവന് ഒരു പക്ഷേ പ്രയാസം, അതുകൊണ്ട് ഒരാൾ കാഫറായിപ്പോയി, അയാൾ മുസ്ലിം തന്നെയാണ്. അങ്ങനെ തോന്നിയാൽ നിർബന്ധമായ കാര്യങ്ങളുണ്ടോ? പൊതുവേ അള്ളാഹു റബ്ബുൽ ആലമീൻ ദീനിൽ ഒരു ഹറജും നിശ്ചയിച്ചിട്ടില്ല.
ദീനിലൊരു പ്രയാസം അള്ളാഹു നിശ്ചയിച്ചിട്ട് നിർബന്ധ കാര്യങ്ങൾ നിങ്ങൾ എടുത്തു നോക്കൂ, വളരെ കുറച്ചാണ്. നിസ്കാരം 5 നേരത്തെ നിസ്കാരം എടുത്തു നോക്കിയാൽ അതെല്ലാം കൂടി ആകെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. രണ്ടാമത്തേത് സക്കാത്താണ്. സക്കാത്ത് എത്ര എളുപ്പമുള്ള കാര്യമാണ്. ഒരാൾ പണമുള്ള, ആ പരിധിയിൽ എത്തിയ പണമുള്ള ഒരാൾ, അതായത് സക്കാത്തിൻ്റെ നിസാബ് എത്തിയ ഒരാളെ സക്കാത്ത് കൊടുക്കണ്ട. എല്ലാവരും കൊടുക്കേണ്ട തന്നെ അയാൾ മുഴുവൻ കൊടുക്കണോ? സ്വത്തിൻ്റെ പകുതി കൊടുക്കണോ? 3/1 കൊടുക്കണോ? 4/1 കൊടുക്കണ്ടോ? വേണ്ട, 40/1 കൊടുക്കണ്ടോ? 40/1, 2.5% എന്ന് പറഞ്ഞാൽ എത്ര? എൻ്റെ സ്വത്തിനെ 40 ഭാഗങ്ങളാക്കി തിരിച്ചാൽ അതിലൊന്ന്. ഇത്ര കുറച്ചാണ്. പക്ഷേ കിട്ടുന്ന സാധുവിനാകട്ടെ അത് വലിയ പ്രയോജനം ചെയ്യും, കൊടുക്കുന്നവനൊരു പ്രയാസവുമില്ല, വാങ്ങുന്നവനാകട്ടെ അത് വലിയ ഉപകാരം ഉണ്ടാവുകയും ചെയ്യും. അതുപോലെ നോക്കൂ, നോമ്പ് അത് വർഷത്തിലാകെ ഒരു മാസമാണ്, എല്ലാ കാലവുമില്ല. 30 ദിവസം അങ്ങനെ തന്നെ നോമ്പല്ല, പകൽ സമയം മാത്രം. രാത്രി ഭക്ഷണം കഴിക്കാം, വെള്ളം കുടിക്കാം. അതുപോലെ നിനക്ക് ആ സമയത്ത് കുളിക്കുകയോ ചൂടകറ്റാറുള്ള കാര്യങ്ങൾ ചെയ്യുക ഒക്കെ ചെയ്യാം. ഹജ്ജ് ജീവിതത്തിൽ ഒരു തവണയാണ് നിർബന്ധം. എത്ര പണം ഉണ്ടെങ്കിലും ഒരാൾക്ക് ഹജ്ജ് എത്ര തവണ ജീവിതത്തിൽ നിർബന്ധമുണ്ട്? ഒരു തവണ മാത്രം. ഈ എളുപ്പം കൂടാതെ പ്രയാസം വരുമ്പോൾ അവിടെ വേറെയും എളുപ്പങ്ങൾ വരുന്നു. യാത്രയിൽ നിസ്കാരത്തിനിളവുണ്ട്, അതുപോലെ നോമ്പിനിളവുണ്ട്. സക്കാത്തും ഹജ്ജും ഈ പറഞ്ഞതുപോലെ സാധിക്കുന്ന ആളുകൾക്ക് മാത്രമേ നിർബന്ധമുള്ളൂ. ഇങ്ങനെ ധാരാളക്കണക്കിന് ഇളവുകൾ. വമാ ജഅല അലൈക്കും ഫിദ്ദീൻ മിൻ ഹറജ്, അല്ലാഹു ദീനിലൊരു പ്രയാസം നിങ്ങൾക്ക് നിശ്ചയിച്ചിട്ടില്ല. അതുകൊണ്ട് ദീനിനെ, ഖുർആനിനെ, സുന്നത്തിനെ സ്നേഹിക്കുക, ഇഷ്ടപ്പെടണം. അതിനെ അള്ളാഹു അവതരിപ്പിച്ച അവൻ്റെ വഹീനെ സ്നേഹിക്കണം. എങ്കിൽ മാത്രമേ ഖുർആനും സുന്നത്തും മുറുകെ പിടിക്കുന്നവരാകാൻ നമുക്ക് സാധിക്കൂ. ഇതിൻ്റെ വിപരീതം അതിനെ വെറുക്കുക എന്നതാണ്. അതൊരിക്കലും പാടില്ല. രണ്ടാമത്തെ കാര്യം ഖുർആനും സുന്നത്തും പഠിക്കുക എന്നതാണ്. പഠിക്കാതെ എങ്ങനെ അത് പിൻപറ്റുന്നവനാകും? അറിയാത്ത കാര്യത്തിൽ ഒരാൾ എങ്ങനെ പിൻപറ്റും? പഠിക്കുക, മനസ്സിലാക്കുക. ഖുർആനും സുന്നത്തും പഠിക്കുക, മനസ്സിലാക്കുക. അതുപോലെ ശ്രേഷ്ഠമായ വിജ്ഞാനം മറ്റൊന്നുമില്ല. നീ നിൻ്റെ ജീവിതം അതിന് മാറ്റിവെച്ചാൽ അതുപോലും എന്തല്ല ഒരു മോശം സംഗതി, അല്ലെങ്കിൽ അത് വലുതാവുകയില്ല. ജീവിതം മാറ്റിവെച്ചാൽ പോലും അത്രക്ക് മൂല്യമുണ്ട് ഖുർആനും സുന്നത്തും പഠിക്കുന്നതിന്. എന്നാൽ ആകട്ടെ അല്ലാഹു റബ്ബുൽ ആലമീൻ അത് എളുപ്പമാക്കിയിരിക്കുന്നു. വലഖദ് യസ്സറൽ ഖുർആന ലിദ്ദിക്ർ ഫഹൽ മിൻ മുദ്ദക്കിർ. ഖുർആൻ നാം പഠിക്കുന്നവർക്ക് എളുപ്പമാക്കിയിരിക്കുന്നു. ഫഹൽ മിൻ മുദ്ദക്കിർ, ആരുണ്ട് പഠിക്കാൻ? റബ്ബ് സുബ്ഹാനഹു വ തആല പറയുക. അതുകൊണ്ട് പഠിക്കുക, മനസ്സിലാക്കുക. ഈ ഇൽമ് അത് 2 ഇനമുണ്ട്. ഒന്ന്, എല്ലാവർക്കും പഠിക്കൽ നിർബന്ധമായ വിജ്ഞാനം, സകലരും പഠിച്ചിരിക്കണം. ഉദാഹരണത്തിന് ഇസ്ലാമിൻ്റെ വിശ്വാസ കാര്യങ്ങൾ, തൗഹീദ് എല്ലാവരും പഠിക്കണം. നിസ്കാരം, അതുപോലെ സക്കാത്ത് കൊടുക്കാൻ അർഹത ബാധ്യതപ്പെട്ട ആളാണെങ്കിൽ അത്, ഇങ്ങനെ എല്ലാവരും പഠിച്ചിരിക്കേണ്ട വിജ്ഞാനമുണ്ട്. അതിൽ ഒരാൾക്കും ഒഴിവില്ല, എല്ലാവർക്കും നിർബന്ധമാണ്. രണ്ടാമത്തത് കിഫായിയായ വാജിബ്, അഥവാ എല്ലാവരും പഠിച്ചിരിക്കാൻ നിർബന്ധമില്ല, പക്ഷെ ഒരു നാട്ടിൽ ചിലരെങ്കിലും അത് പഠിക്കൽ നിർബന്ധമാണ്. ബാക്കിയുള്ളവർക്ക് അത് മുസ്തഹബാണ്, വലിയ പുണ്യകർമ്മമാണ്. പക്ഷെ പഠിച്ചില്ലെങ്കിൽ കുറ്റമില്ല. ആരും പഠിച്ചില്ലെങ്കിൽ എല്ലാവരും കുറ്റക്കാരാണ്. അതെന്താണ്? ദീനിൻ്റെ ആഴമേറിയ വിധിവിലക്കുകളാണ്. ഉദാഹരണത്തിന് ഇൽമുൽ മിറാസ്, അനന്തരാവകാശ നിയമങ്ങൾ, നിക്കാഹുമായും തലാഖുമായും ഒക്കെ ബന്ധപ്പെട്ട ആഴത്തിലുള്ള മസ്അലകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാവർക്കും പഠിക്കുക നിർബന്ധമാണ്. അത് സാധ്യമല്ല. കാരണം അതിന് ഒരാൾ തൻ്റെ ജീവിതത്തിൻ്റെ വലിയൊരു ഭാഗം അല്ലെങ്കിൽ ജീവിതം മുഴുവൻ തന്നെ നീക്കി വെക്കേണ്ടി വരും. അതെല്ലാവർക്കും സാധ്യമല്ല. ആളുകൾ അവരുടെ ജോലികളിലും കച്ചവടങ്ങളിലും ഒക്കെ കഴിയേണ്ടവരാണ്. എന്നാലേ ദുനിയാവ് അങ്ങനെ മുന്നോട്ട് പോവുള്ളൂ. ഓരോരുത്തർക്കും അള്ളാഹു ഓരോ ജോലി നിശ്ചയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് റബ്ബ് അവൻ്റെ റഹ്മത്തിനാൽ അത് നിർബന്ധമാക്കിയിട്ടില്ല. പക്ഷേ അത് ചിലരെങ്കിലും പഠിക്കുന്ന ബാക്കിയുള്ളവർക്ക് അത് വലിയ പുണ്യമാണ്, വലിയ ഖൈറാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തലബുൽ ഇൽമി ഫരീദത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ. ഓരോ മുസ്ലിമിനും നിർബന്ധമാണ് ഇൽമ് പഠിക്കുക എന്നത്. ഓരോ മുസ്ലിമിനും നിർബന്ധമായ വിജ്ഞാനം, എന്നാൽ എല്ലാവരെയും ബാധിക്കുന്ന വിജ്ഞാനം. ഉദാഹരണത്തിന് തൗഹീദ്, നമ്മുടെ വിശ്വാസം, അതുപോലെ തഹാറത്ത്, ശുദ്ധിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, വുദൂ, കുടി പോലെയുള്ള കാര്യങ്ങൾ, നിസ്കാരത്തിൻ്റെ കാര്യം, ഇതുപോലുള്ള കാര്യങ്ങൾ പഠിച്ചിരിക്കുക ഓരോരുത്തർക്കും നിർബന്ധമാണ്. അപ്പോൾ നോക്കൂ, ഖുർആനും സുന്നത്തും അറിഞ്ഞിരിക്കുക എന്ന് നമ്മൾ പറഞ്ഞാൽ അതിൽ ഈ 2 വിഭജനമുണ്ട് എന്ന് മനസ്സിലാക്കുക. പഠിച്ചാലും നിനക്കത് പിൻപറ്റാൻ സാധിക്കും. നീ എത്രമാത്രം പഠിക്കുന്നു അത്രത്തോളം പിൻപറ്റാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കൂ, ഓരോ ദിവസവും രാവിലെ അള്ളാഹുവിനോട് ചോദിക്കുന്ന, സുബ്ഹിന് ശേഷം ചോദിച്ചിരുന്ന 3 കാര്യങ്ങളുണ്ട്. ഒരു മുസ്ലിമിൻ്റെ മൻഹജുൽ യൗമി,
അൽ മൻഹജുൽ യൗം ഒരു ദിവസത്തെ ആ ദിവസത്തെ അവൻ്റെ ജീവിത പദ്ധതിയാണത് യഥാർത്ഥത്തിൽ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅൻ വറിസ്ഖൻ തയ്യിബൻ വഅമലൻ മുതഖബ്ബല. ആലോചിച്ച് നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലിയിരുന്ന നേരം ചോദിച്ച 3 കാര്യങ്ങൾ: അള്ളാഹു ഉപകാരപ്രദമായ വിജ്ഞാനവും, അതുപോലെ നല്ല ശിഷ്ടമായ ഉപജീവനവും, സ്വീകരിക്കപ്പെടുന്ന സൽക്കർമ്മവും ഞാൻ നിന്നോട് ചോദിക്കുന്നു. നോക്കൂ, ഇതിലാദ്യം പറഞ്ഞത് ഇൽമൻ നാഫി, ഉപകാരപ്രദമായ വിജ്ഞാനമാണ്. കാരണം അതുണ്ടെങ്കിലേ നിനക്ക് നല്ല റിസ്ക് ഏത്, മോശം റിസ്ക് ഏത് എന്ന് വേർതിരിക്കാൻ കഴിയും. അള്ളാഹു സ്വീകരിക്കുന്ന പ്രവർത്തനമേത്, സ്വീകരിക്കാത്തത് എന്ന് വേർതിരിക്കാൻ സാധിക്കും. അതുകൊണ്ട് നോക്കൂ, ഈ ദുആയിലുള്ളതുപോലെ പൊതുവേ നമ്മളൊരു കാര്യത്തിന് അള്ളാഹുവിനോട് ദുആ ചെയ്താൽ അതിനു വേണ്ടി പണിയെടുക്കണമെന്നാണ്. ദുആ ചെയ്താൽ അതിനുവേണ്ടി പണിയെടുക്കണം, അള്ളാഹു സഹായിക്കും. എങ്കിൽ നോക്കൂ, എല്ലാ ദിവസവും നമ്മൾ ദുആ ചെയ്യുന്നെങ്കിൽ ഓരോ ദിവസവും പ്രിയമുള്ളവരെ എന്തെങ്കിലും പഠിക്കാൻ ശ്രമിക്കുക. എന്തെങ്കിലും ഒരാഴ്ചയെങ്കിലും ഹിഫ്ളാക്കാൻ നോക്കും. കുറച്ച് സമയം ഒന്ന് നിങ്ങളൊന്ന് ഓതി, പിന്നെ ബാക്കി നിങ്ങളുടെ ജോലികളിലും മറ്റും ആയാൽ അത് ആവർത്തിച്ച് നോക്കൂ. ഒരാഴ്ചയെങ്കിലും ഹിഫ്ളാക്കുക. എന്നിട്ട് സാധിക്കുമെങ്കിൽ അതിൻ്റെ തഫ്സീർ ഒന്ന് എടുത്ത് നോക്കുക, ആയത്തിലെ പാഠങ്ങളും ഗുണപാഠങ്ങളും. ഇനി അതിനെക്കുറിച്ച് ആലോചിച്ച് നോക്കൂ. ഇമാം പാരായണം ചെയ്യുന്നു, അത് ശ്രദ്ധിച്ചു നോക്കൂ. അല്ലാഹു റബ്ബുൽ ആലമീൻ 5 നിസ്കാരങ്ങൾ നമുക്ക് നിശ്ചയിച്ചിരിക്കുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമാണ് ഖുർആൻ തദബ്ബുർ ചെയ്യാൻ, ഖുർആൻ ഉറ്റാലോചിക്കാൻ. ഖുർആൻ ഉറ്റാലോചിക്കാനുള്ള ഏറ്റവും നല്ല സമയം 5 നിസ്കാരങ്ങളാണ്, ഫർദ 5 നിസ്കാരങ്ങൾ. ഇമാം ഓതുന്ന ഉച്ചത്തിൽ ഓതുന്ന നിസ്കാരമാണോ എന്താണ് ചെയ്യേണ്ടത്? ഫാത്തിഹകൾ ഓതുക. ഇമാം ബാക്കി ഫാത്തിഹയ്ക്ക് ശേഷമുള്ള ഖിറാഅത്ത് ഏർപ്പാട് ശ്രദ്ധിച്ച് കേൾക്കുക. എന്തിനാണ് ശ്രദ്ധിച്ച് കേൾക്കുന്നത്? തദബ്ബുർ നടത്താൻ, ഉറ്റാലോചിക്കാൻ. ഇനി ഇമാം ഉച്ചത്തിൽ ഓതുന്നില്ല, നിങ്ങൾ പാരായണം ചെയ്യുക, ഉറ്റാലോചിച്ച് നോക്കും. അങ്ങനെ ഉറ്റാലോചിക്കാൻ നമുക്ക് സഹായകമാകും. എന്ത്? ഖുർആനിൽ നമ്മൾ വല്ലതും പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് ഹൈഫളാക്കി അതിൻ്റെ ഒരു തഫ്സീർ എടുത്തു നോക്കി. മലയാളത്തിൽ തന്നെ ഉള്ള തഫ്സീറുകളുണ്ട്, അതുപോലെ മറ്റു ഭാഷകളിൽ നല്ല അഹ്ലുസുന്നത്തിൻ്റെ മൻഹജിൽ എഴുതപ്പെട്ട തഫ്സീറുകളുണ്ട്. അത് വായിക്കുക. എങ്കിൽ എന്ത് സംഭവിക്കും? ഖുർആൻ നന്നായി ഉറ്റാലോചിക്കാൻ സാധിക്കും. സഹോദരങ്ങൾ, ഖുർആനിലെ ഇൽം, അത് ഇൽമ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് വയറ് നിറയാത്ത വിജ്ഞാനമാണ്. പഠിച്ചാൽ അവൻ എന്ത് നിറയുകയില്ല, വയറ് നിറയുകയില്ല. അതുകൊണ്ടാണ് ഖുർആൻ്റെ തഫ്സീറുകൾ ആലോചിക്കുക, അത്ഭുതങ്ങളിൽ അത്ഭുതമാണ്. ഇക്കണ്ട തഫ്സീറുകളായ തഫ്സീറുകളെല്ലാം ഇസ്ലാമിക ലോകത്തുണ്ട്. എന്നിട്ട് അതെല്ലാം കഴിഞ്ഞ് പണ്ഡിതന്മാർ വീണ്ടും അതിന് തഫ്സീറുകൾ എഴുതുമ്പോൾ നോക്കൂ നിങ്ങൾ, പുതിയ പുതിയ എന്ന് പറഞ്ഞാൽ അത് ദീൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്തതല്ല, പക്ഷെ ദീനിലുള്ള ഫായിദ തന്നെയാണ്. പക്ഷെ അതിൻ്റെ വ്യത്യസ്ത വശങ്ങൾ പറഞ്ഞു തരുന്നത് കാണാം. ഇബ്ൻ കസീറും തബ്രിയും അങ്ങനെയുള്ള പല പല ഹദീസിൻ്റെ ഖുർആനിൻ്റെ തഫ്സീർ ഗ്രന്ഥങ്ങൾ കഴിഞ്ഞിട്ടാണ് ഇതായി ആധുനിക കാലത്ത് ഇമാം അബ്ദുറഹ്മാൻ ബിൻ നാസിർ സഅദി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ മനോഹരമായ തഫ്സീർ രചിച്ചു. സുബ്ഹാനല്ലാഹ്, വിജ്ഞാനത്തിൻ്റെ അമൂല്യമായ രത്നങ്ങൾ നിങ്ങൾക്കതിൽ കാണാം. ഇക്കണ്ട തഫ്സീറുകൾക്ക് കഴിഞ്ഞിട്ടാണ് അദ്ദേഹം എഴുതിയത്. പക്ഷേ നോക്കൂ, അതിൻ്റെ എല്ലാം മറ്റൊരു വശം ഖുർആൻ്റെ പ്രത്യേകതയാണ്. അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ മുഹമ്മദ് സാലിഹ് അൽ ഉസൈമീൻ റഹിമഹുല്ലാഹ്, അദ്ദേഹത്തിൻ്റെ ധാരാളം സൂറത്തുകളുടെ തഫ്സീർ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ദർസുകൾ അത് കിതാബ് രൂപത്തിലാക്കി പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. അത്ഭുതപ്പെട്ടു പോകുന്ന, നമ്മളെ ആശ്ചര്യത്തിൽ നിർത്തുന്ന ചില ഭാഗങ്ങൾ എത്തിയാൽ ബാക്കിയുള്ളത് വായിക്കാൻ തോന്നാതെ അവിടെ നമ്മൾ നിന്നുപോകും. അത്ര അമൂല്യമായ പാഠങ്ങൾ ആ തഫ്സീറിൽ കാണാം. അള്ളാഹുവിൻ്റെ കിതാബിൻ്റെ പ്രത്യേകതയാണ്. പഠിക്കുന്നേന നിനക്ക് അതിൽ കൂടുതൽ ഉൾക്കാഴ്ച, അതിൽ കൂടുതൽ ഗുണപാഠങ്ങൾ കാണാം. ഒരു ഹദീസും അതുപോലെ ദീനിയായ മറ്റു വിജ്ഞാനങ്ങളും പഠിച്ച് ഖുർആൻ ഓതിയാൽ നേരത്തെ ഓതിയതുപോലെയല്ല ഉണ്ടാവുക, പുതിയ പാഠങ്ങൾ കാണാം. സഹാബത്ത് റളിയല്ലാഹു അൻഹു അവരുടെ ജീവിതത്തിൽ നിങ്ങളത് കേട്ടിട്ടില്ലേ? സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായ സന്ദർഭത്തിൽ ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വരുന്നു. ഉമർ പറയുന്നു, ഇല്ല, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടു എന്ന് ആരെങ്കിലും പറഞ്ഞു വാൾ കൊണ്ട് വെട്ടും. അബൂബക്കർ സിദ്ദീഖ് വന്നതോടെ ജനങ്ങളെല്ലാം അബൂബക്കർ സിദ്ദീഖിൻ്റെ പിന്നാലെ ചെന്നു. യാ സാഹിബ റസൂലില്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സാഹിബെ, അഖുബിദ റസൂലുള്ളാഹ്, അള്ളാഹുവിൻ്റെ റസൂൽ മരണപ്പെട്ടോ? അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞു, നഅം. യാ സാഹിബ റസൂലില്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സാഹിബെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറടക്കണോ? ആളുകൾ ചോദിച്ചതാണ്. കാരണം അവരിൽ മുമ്പൊരു നബി വന്നിട്ടില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്ത് അവരെ പിടിച്ചു കുലുക്കി. അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ മദീന മുഴുവൻ ഇരുട്ടിൽ, എന്തു ചെയ്യണമെന്നറിയില്ല. അബൂബക്കറോട് അവർ ചോദിച്ച ചോദ്യങ്ങൾ ഒന്നാണ്, നബിയെ ഖബറടക്കണോ? എന്താ ചെയ്യേണ്ടത്?
അറിയില്ല. അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫാസായി കിടക്കുകയാണ്. അവർക്കേറ്റ സദ്മ, അവർക്കേറ്റ ആ പ്രകമ്പനം അത് ചില്ലറയല്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൻ്റെ വിജ്ഞാനവും സ്ഥൈര്യവും നിങ്ങൾക്ക് അവിടെ കാണാം. പ്രതിസന്ധി ഘട്ടത്തിൽ ആളുകളൊക്കെ എന്തു ചെയ്യണമെന്നറിയാതെ ഉമറാണ് ഈ രൂപത്തിൽ പെരുമാറുന്നത്, മറ്റാരുമല്ല. സുബ്ഹാനല്ലാഹ്, ഇത്രയും വിജ്ഞാനമുള്ള ഉമറാണ് പറയുന്നില്ല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിഹ എന്ന് ആരും പറയാൻ പാടില്ല എന്ന്. എന്തായിരിക്കും ആ രംഗം? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ സ്ഥിരതയോടെ നിന്നു. അവർക്ക് ആയത്ത് ഓതി കൊടുക്കുകയാണ്. വമാ മുഹമ്മദുൻ ഇല്ലാ റസൂൽ ഖദ് ഖലത് മിൻ ഖബ്ലിഹി الرسل فإن مات أو قتل انقلبتم على أعقابكم. അതുപോലെ ഇന്നക മയ്യിതു വഇന്നഹും മയ്യിതൂൻ, ഈ ആയത്തുകൾ ഓതി കൊടുക്കുകയാണ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിൻ്റെ റസൂലുകളിൽ റസൂലാണ്. മുമ്പ് റസൂലുകൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. ആ റസൂൽ മരണപ്പെടുകയോ കൊല്ലപ്പെടുകയോ ചെയ്താൽ നിങ്ങൾ ഈ ദീനിൽ നിന്ന് പിന്നോക്കം പോകാനോ? അതുപോലെ ഇന്നക മയ്യിതുൻ, ഓ നബിയെ താങ്കൾ മരിക്കും, വഇന്നഹും മയ്യിതൂൻ, അവരും മരിക്കും. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈ ആയത്ത് ഓതിയപ്പോൾ ആ ആളുകളെല്ലാം ഈ ആയത്ത് ഓതിക്കൊണ്ടിരിക്കുകയാണ്, ഓതിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അത് അവതരിച്ചതുപോലെ ഈ ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടവരാണവർ, ഓതിയവരാണവർ. പക്ഷെ നോക്കൂ നിങ്ങൾ, ആ സന്ദർഭത്തിൽ ആ ഖുർആൻ അവരെ ആ യാഥാർത്ഥ്യം പഠിപ്പിച്ചു. ഇതാണ് അള്ളാഹുവിൻ്റെ കിതാബ്, റബ്ബിൻ്റെ കിതാബ്. അത് സാരമല്ല. അതുകൊണ്ട് സഹോദരങ്ങൾ പഠിക്കുക, അതിൽ അമൂല്യമായ രത്നങ്ങൾ, വിജ്ഞാനത്തിൻ്റെ മണിമുത്തുകൾ കരസ്ഥമാക്കുക. അതുകൊണ്ട് ഹൃദയത്തിന് ലഭിക്കുന്ന വിശാലതയും ജീവിതത്തിൽ ലഭിക്കുന്ന സന്തോഷവും ചില്ലറയല്ല. ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളതുപോലെ അറിവ് കൊണ്ടുള്ള സന്തോഷം അത് സുബ്ഹാനല്ലാഹ് ഡോളറുകൾ ലഭിക്കുന്നതിനേക്കാൾ, സ്വർണവും വെള്ളിയും ലഭിക്കുന്നതിനേക്കാൾ ഒരു സന്തോഷമാണ്. അവർക്ക് കിട്ടാത്ത സന്തോഷമാണ് അറിവിൻ്റെ സന്തോഷം. അത് ജീവിതത്തിൽ വലിയ സന്തോഷം പകർന്നു നൽകും. അതിൻ്റെ മധുരം നുണഞ്ഞവർക്കല്ലാതെ അത് മനസ്സിലാവുകയില്ല, പറഞ്ഞാൽ മനസ്സിലാവുകയില്ല. നോക്കൂ, മൂന്നാമത്തെ കാര്യം, ഖുർആനും സുന്നത്തും നമുക്ക് ലഭിച്ചാൽ, അള്ളാഹുവിൻ്റെ വഹി ലഭിച്ചാൽ അത് സത്യപ്പെടുത്തുക, അത് വിശ്വസിക്കുകയും നടപ്പിൽ വരുത്തുകയും ചെയ്യുക എന്നതാണ്. അപ്പോഴാണ് ഖുർആനും സുന്നത്തും സ്വീകരിക്കാനാവുകയുള്ളൂ. വിശ്വസിക്കുക നിർബന്ധമാണ്. അള്ളാഹു പറഞ്ഞോ സത്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞോ സത്യം, വേറെ വർത്തമാനം അവിടെയില്ല. അത് ഞാൻ ലാബോറട്ടറിയിൽ പോയി പരിശോധിക്കട്ടെ, ശാസ്ത്രം എന്ത് പറയുന്നു എന്ന് നോക്കട്ടെ, എൻ്റെ പാർട്ടി എന്ത് പറയുന്നു നോക്കട്ടെ. അല്ല, അള്ളാഹു പറഞ്ഞോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞോ വിശ്വസിക്കൽ നിർബന്ധമാണ്. മുസ്ലിമാണോ വിശ്വസിച്ചിരിക്കൽ നിർബന്ധമാണ്, യാതൊരു സംശയവുമില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സിദ്ദീഖ് എന്നറിയപ്പെട്ടത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇസ്രാ മിഅ്റാജ് ആളുകൾ തള്ളിക്കടന്നു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അത് അംഗീകരിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറയുകയാണ്, ഒരാൾ ഒരു പശുവിൻ്റെ പുറത്ത് കയറി സഞ്ചരിക്കുകയാണ്. പശു പറഞ്ഞു, ഇന്നാ ലം നുഖ്ലഖ് ലിഹാദ. പശു ഇയാളോട് പറഞ്ഞു, തിരിഞ്ഞു നോക്കിയിട്ട് പറഞ്ഞു, ഞങ്ങൾ അല്ലാഹു ഇതിനല്ല പഠിച്ചത്. ആളുകൾ ചോദിച്ചു, ആശ്ചര്യപ്പെട്ട്, അഥവാ നിഷേധിച്ചുകൊണ്ടല്ല, ആശ്ചര്യപ്പെട്ട് ചോദിച്ചു, പശു സംസാരിക്കാനോ? സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെ, ഊമിനു ബിഹി അന വ അബൂബക്കർ വ ഉമർ, ഞാനും അബൂബക്കറും ഉമറും അതിൽ വിശ്വസിക്കുന്നു. അത് നബി പറയുമ്പോൾ അവിടെ അബൂബക്കറും ഉമറും മജ്‌ലിസിലില്ലായിരുന്നു. അവർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാൽ വിശ്വസിക്കുമെന്ന് നബിക്ക് അത്രയും ഉറപ്പാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖുർആനിൽ വന്ന സുന്നത്തിൽ വന്നു, നീ വിശ്വസിക്കുക. ഏത് ശാസ്ത്രം അതിനെതിര് പറഞ്ഞത്, ആരെതിര് പറഞ്ഞാൽ ആളുകൾക്ക് തെറ്റും, റബ്ബിന് തെറ്റുകയില്ല. ആളുകളുടെ നിരീക്ഷണ പരീക്ഷണങ്ങളിൽ പിഴവുണ്ടാകും, അള്ളാഹുവിന് പിഴവ് പറ്റുകയില്ല. ലാ യദില്ലു റബ്ബി വലാ യൻസ, എൻ്റെ റബ്ബിന് പിഴച്ചു പോവുകയില്ല, റബ്ബ് മറന്നു പോവുകയുമില്ല. നോക്കൂ, അതുകൊണ്ട് വിശ്വസിക്കുക, അതുപോലെ നടപ്പിൽ വരുത്തുക. അത് നടപ്പിൽ വരുത്തുക. നിഷേധ ചിന്താഗതികൾ ധാരാളം ഈ കാലത്തുണ്ട്, അതിനെ സൂക്ഷിക്കുക. അഞ്ചാമത്തെ കാര്യം, ഖുർആനിനെയും സുന്നത്തിനെയും, ശരിയാണ്, നാലാമത്തെ കാര്യം ഖുർആനിനെയും സുന്നത്തിനെയും ബഹുമാനിക്കുക, മഹത്വം നൽകുക. അതിൻ്റെ വിപരീതം എന്താണ്? അതിനെ വിലയില്ലാതെ കാണുക, അതിനും അപ്പുറത്താണ് അതിനെ പരിഹസിക്കുക. ഖുർആനിനെ സുന്നത്തിനെ നമ്മൾ ബഹുമാനിക്കുക. എത്രത്തോളം പ്രിയമുള്ളവരെ, ഇതാ ഖുർആൻ രേഖപ്പെടുത്തിയ മുസ്ഹഫുകൾ അതിനതിൻ്റെ ബഹുമാനം നൽകണം. മുസ്ഹഫുകൾക്ക് ബഹുമാനം നൽകണം. മറ്റു പുസ്തകങ്ങൾ അതിൻ്റെ മുകളിൽ വെക്കരുത്, മറിച്ച് അത് മുകളിലായിരിക്കും. മുസ്ഹഫാണ് ഞാൻ പറയുന്നത്, ഖുർആൻ മാത്രം രേഖപ്പെടുത്തി. അതേസമയം തഫ്സീറോ മറ്റോ ഉണ്ടെങ്കിൽ അതിന് പിന്നെ മുസ്ഹഫിൻ്റെ ഹുക്മ് വരികയില്ല. പക്ഷേ
ശ്രദ്ധിക്കണം. ദീനിയായ ഏത് വിജ്ഞാനം എഴുതിയ ഗ്രന്ഥമാകട്ടെ അതിനെ അപമാനിക്കാൻ പാടില്ല. പക്ഷെ മുസ്ഹഫ് നോക്കൂ നിങ്ങൾ, ഖുർആനിനെ ബഹുമാനിക്കുന്നതിൻ്റെ ഭാഗമാണെന്ത്? മുസ്ഹഫിനെ ആദരിക്കുക എന്നാണ്. മുസ്ഹഫിൻ്റെ മുകളിൽ മറ്റെന്തെങ്കിലും വെക്കരുത്. മുസ്ഹഫ് തറയിൽ വെക്കരുത്. മുസ്ഹഫിൻ്റെ അതേ നിലയിലേക്ക് കാലുകൾ വരുന്ന രൂപത്തിൽ നീട്ടി വെക്കരുത്. ചുരുക്കി പറയട്ടെ, അതിനെ അപമാനിക്കുന്ന പ്രവൃത്തിയാണ് എന്ന് പൊതുവെ ആളുകൾക്ക് അറിയാവുന്ന ഒന്നും ചെയ്യരുത്. അത് അപമാനിക്കുന്ന ഒരു രീതി എന്ന് കരുതിക്കൂട്ടി ചെയ്യാൻ പാടില്ല. മുസ്ഹഫ് വെച്ച് അതിന് മുകളിൽ ഇരിക്കുക. ഇനി ശ്രദ്ധിക്കുക, ആരെങ്കിലും മുസ്ഹഫിനെ, അള്ളാഹുവിൻ്റെ കിതാബ് രേഖപ്പെടുത്തിയ മുസ്ഹഫിനെ അപമാനിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് കരുതിക്കൂട്ടി അപമാനിക്കുന്ന വല്ല പ്രവൃത്തിയും ചെയ്താൽ അതോടവൻ ഇസ്ലാമിന് പുറത്താണ്, കാഫറാണ്. ഒരാൾ മുസ്ഹഫിൻ്റെ പുറത്ത് തുപ്പുകയോ നഊദു ബില്ലാഹ് അല്ലെങ്കിൽ വിസർജ്യങ്ങൾ ഇടുകയോ ഇതുപോലെ അപമാനിക്കലാണ് എന്ന് ആർക്കും സംശയമില്ലാത്ത വല്ല പ്രവർത്തനവും ചെയ്തു, ആർക്കും സംശയമില്ല, അത് അപമാനിക്കലാണ്. അവൻ കരുതി കൂട്ടി അത് ചെയ്താൽ അവൻ്റെ ഹുക്മത്താണ് കാഫിർ, ഇസ്ലാം നാം പുറത്താണ്. ഒറ്റ പ്രവൃത്തിയോടെ അവരതിനൊരു വ്യാഖ്യാനവും പറയേണ്ടതില്ല, അവൻ്റെ ഒരു വ്യാഖ്യാനവും സ്വീകാര്യമല്ല, ഇസ്ലാം പുറത്താണ്, മുർത്തദ്ദാണ്. അതിന് ബഹുമാനിക്കുക, കുട്ടികളെ പഠിപ്പിക്കുക. മുസ്ഹഫാണ്, അതിൻ്റെ മുകളിൽ കാലേറ്റി വെക്കരുത്. മുസ്ഹഫാണ്, അത് മുകളിൽ വെക്കുക. ഇത് കുട്ടികളെ പഠിപ്പിക്കുക. പ്രിയമുള്ളവരെ, മുസ്ഹഫിനകത്ത് അള്ളാഹു പറഞ്ഞതിനെ ബഹുമാനിക്കുന്നവരാകണോ നമ്മുടെ കുട്ടികൾ? മുസ്ഹഫിനെ ബഹുമാനിക്കണം. അള്ളാഹുവിൻ്റെ കിതാബിനെ ബഹുമാനം ഉണ്ടാകണോ? അത് രേഖപ്പെടുത്തിയത് അതിനോട് അതിൻ്റെ ആദരവ് നൽകണം. പക്ഷേ അത് മറന്നുപോകരുത്. പഴയ കാലത്ത് ആളുകൾ നന്നായി ശ്രദ്ധിച്ചിരുന്നത്, പലപ്പോഴും ഇന്ന് ശ്രദ്ധ കുറയുന്നുണ്ട്. ഹൈഫള് പഠിക്കുന്ന, ഖുർആൻ മനഃപ്പാഠമാക്കുന്ന കുട്ടികൾ പലപ്പോഴും അശ്രദ്ധമായി കൈകാര്യം ചെയ്യുന്നത് കാണാം. അവർ പഠിപ്പിക്കുന്നവർ ശ്രദ്ധിക്കണം. അത് മുസ്ഹഫാണ്, ശ്രദ്ധിക്കണം. അതിലെന്തെങ്കിലും വരഞ്ഞിടരുത്, അതിൽ കുത്തി വരയരുത്. സാധാരണ നോട്ട്ബുക്കിൽ അള്ളാഹുവിൻ്റെ കിതാബ്, അള്ളാഹുവിൻ്റെ കലാം രേഖപ്പെടുത്തിയതാണ്, പഠിപ്പിക്കണം അവർ. അത് അതിൻ്റെ ഉള്ളിൽ പറഞ്ഞ കാര്യങ്ങളെ താളീം ചെയ്യുന്നതിലേക്ക് അവരെ നയിക്കുന്ന പടിയാണ്. കുട്ടികൾ മനസ്സിലാക്കും, ഇത് ബഹുമാനിക്കേണ്ടതാണ്. സ്വാഭാവികമായി അവരുടെ മനസ്സിൽ എന്ത് വരും? ഇത് പറഞ്ഞതിന് ബഹുമാനിക്കണം, ഇത് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ പ്രമാണമാണ് എന്നതിലേക്ക് അവരെ നയിക്കുന്ന കാര്യമാണ്. ഖുർആനെ അപമാനിക്കുക എന്നത് മുസ്ലിമിന് പ്രയാസമുണ്ടാക്കേണ്ട കാര്യമാണ്. മുസ്ഹഫുകൾ കത്തിക്കുന്ന കുഫാറുകളുടെ പ്രവർത്തനങ്ങൾ മുസ്ലിമിനെ വേദനിപ്പിക്കേണ്ട കാര്യമാണ്, പ്രയാസമുണ്ടാക്കണം. ഖുർആൻ കൂടുതൽ മുറുകെ പിടിക്കാനും അത് ഉയർത്തിപ്പിടിക്കാനും പഠിപ്പിക്കാനുമെല്ലാം നമ്മെ അത് നയിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും അതെ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ പരിഹസിക്കാനോ കളിയാക്കാനോ പാടില്ല. ഖുർആനിൽ പറഞ്ഞൊരു കാര്യത്തെ കളിയാക്കരുത്, പരിഹസിക്കരുത്. നിനക്ക് തമാശ പറയാനുള്ള വിഷയം ദീനല്ല. ഈ നിരുപദ്രവകരമായ മറ്റുള്ള തമാശകൾ പറഞ്ഞോളൂ. ദീന് നിനക്ക് തമാശ പറയാനുള്ള വിഷയമല്ല, ദീന് നിനക്ക് കളിക്കാനുള്ള വിഷയമല്ല. പരലോകത്തെക്കുറിച്ച്, അന്ത്യനാളിനെക്കുറിച്ച് ആളുകൾ തമാശ പറയുന്നത് കാണാം, ജനങ്ങളെ ചിരിപ്പിക്കാൻ. സുബ്ഹാനല്ലാഹ്, വിവരമില്ലാതെ പലരും ഇത് ചെയ്യുന്നത് കാണാം. വലിയ അപകടമാണ്, ഇസ്ലാമിന് പുറത്തു പോകുന്ന കാര്യമാണ്. മനസ്സിലായി? ഖുർആനും സുന്നത്തിനെ പരിഹസിക്കുക തമാശക്കാണെങ്കിൽ പോലും അത് നിനക്ക് പരിഹസിക്കാനോ തമാശ പറയാനോ ഉള്ള വിഷയമല്ല ഖുർആനും സുന്നത്തും. മറിച്ച് അത് ഗൗരവത്തോടെ കാണേണ്ട സംഗതിയാണ്. അഞ്ചാമത്തെ കാര്യം, വിശ്വസിക്കുക, ഉറച്ചു വിശ്വസിക്കുക, വഹിയിലൂടെയല്ലാതെ സന്മാർഗമില്ല എന്ന്. ഖുർആനിലും സുന്നത്തിനും അല്ലാതെ എന്തില്ല? സന്മാർഗം. ഒരുത്തൻ സന്മാർഗം അന്വേഷിച്ച് ഖുർആനും സുന്നത്തും അല്ലാത്ത മറ്റു വല്ല വഴിയും തേടിപ്പോയോ, ഏതെങ്കിലും ഫിലോസഫികളുടെ പിന്നാലെ അല്ലെങ്കിൽ ആരെങ്കിലും എഴുതിയ തത്വശാസ്ത്രങ്ങളുടെ പിന്നാലെ, ഒരാൾ പറയണം ഈ ലോകത്തെ പ്രശ്നങ്ങൾക്കൊക്കെയുള്ള പരിഹാരം ഇവിടെയുണ്ട്, ദാസ് ക്യാപിറ്റലിലുണ്ട്, കമ്മ്യൂണിസത്തിലുണ്ട്, അവരുടെ പുസ്തകങ്ങളിലുണ്ട്, അല്ലെങ്കിൽ നേരെ മറിച്ച് ഇപ്പുറത്ത് നിൽക്കുന്ന ആശയമായ മുതലാളിത്തം, അവരുടെ ഏതെങ്കിലും ഗ്രന്ഥങ്ങളിൽ ലോകത്തെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമുണ്ട് എന്ന് വിശ്വസിക്കുക ഒരു മുസ്ലിമിന് പാടില്ല. മറിച്ച് ഹിദായത്ത് എന്തിലേ ഉള്ളൂ? അള്ളാഹുവിൻ്റെ കിതാബിൽ മാത്രം, അള്ളാഹുവിൻ്റെ കിതാബിൽ മാത്രം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ മാത്രം, കിതാബിലും സുന്നത്തിലും മാത്രം. പ്രിയമുള്ള സഹോദരി, കൂടിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ സ്വഭാവം നന്നാക്കാൻ, നമ്മുടെ വ്യക്തിത്വ വികാസം ഉണ്ടാകാൻ, അതുപോലെ ഒരാൾക്ക് മോട്ടിവേഷൻ നൽകാൻ, ഇതിനൊക്കെ പലരും പ്രസംഗിക്കാറുണ്ട്, പലരും എഴുതാറുണ്ട്. സുബ്ഹാനല്ലാഹ്, ജനങ്ങൾ പലപ്പോഴും ഇങ്ങനെയുള്ള ആളുകളെ ആഘോഷിക്കുന്നത് കാണാം. അവർ പറയുന്നത് വലിയ എന്തോ കാര്യം മാതിരി ഷെയർ ചെയ്യുന്നത് കാണാം. വിൻസ്റ്റൺ ചർച്ചിൽ അങ്ങനെ പറഞ്ഞിരിക്കുന്നു, ബർണാഡ് ഷാ മറ്റങ്ങനെ പറഞ്ഞിരിക്കുന്നു. അള്ളാഹുവിൻ്റെ കിതാബിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലും ഉള്ളതിനേക്കാൾ ഖൈർ നിനക്ക് എവിടെയും കാണാൻ സാധ്യമല്ല.
മറ്റെവിടെയെങ്കിലും ഈ പാഠം പഠിച്ചു വെക്കുക. മറ്റെവിടെയെങ്കിലും എന്തെങ്കിലും ഒരു നല്ല ഉപദേശം നീ കണ്ടോ, ഒരു നല്ല ഉപദേശം മറ്റാരെങ്കിലും പറഞ്ഞ നല്ലൊരു വാക്ക് മറ്റാരെങ്കിലും പറഞ്ഞതായി നീ കണ്ടോ, നീ മനസ്സിലാക്കുക. സമാനമായത് അല്ലെങ്കിൽ അതിനേക്കാൾ നല്ലത് ഖുർആനും സുന്നത്തിലുമുണ്ട്. മനസ്സിലായില്ലേ? സമാനമായത് അല്ലെങ്കിൽ അതിനേക്കാൾ നല്ലത് എവിടെയുണ്ട്? ഖുർആനും സുന്നത്തിലുമുണ്ട്. ആളുകൾ പറയുന്നത് ചിലപ്പോൾ ചില നല്ല ഹിക്മത്തുകൾ ആളുകൾ പറഞ്ഞേക്കാം. ഇത് ഉപേക്ഷിച്ച് നീ എന്ത് ചെയ്യരുത്? എവിടേക്കെങ്കിലും ഹുദ അന്വേഷിച്ച് പോകരുത്. തൻ്റെ പുറത്ത് മുഴുവൻ വെള്ളം നിറച്ചു വെച്ച് നടക്കുകയും കുടിക്കാൻ വെള്ളമില്ലാതെ തൊണ്ട പൊട്ടി ചത്തുപോവുകയും ചെയ്ത ഒട്ടകത്തെ പോലെയായിരിക്കും. അങ്ങനെ ഒരു മുസ്ലിം കിതാബും സുന്നത്തും കയ്യിൽ വെച്ച് ഹിദായത്ത് അന്വേഷിച്ച് അലഞ്ഞാൽ അള്ളാഹുവിൻ്റെ കിതാബിലും സുന്നത്തിൽ നിൻ്റെ ഏത് വികാസത്തിനുമുള്ള വഴിയുണ്ട്. സ്വഭാവം നന്നാക്കണോ, നിൻ്റെ പെരുമാറ്റം നന്നാക്കണോ, ശ്വാസം നന്നാക്കണോ, നിൻ്റെ ഇടപാടുകൾ നന്നാക്കണോ, നിനക്ക് നല്ല മോട്ടിവേഷൻ വേണോ, മടിയനാകാതെ നല്ല പണിയെടുക്കുന്നവനാകണോ, നല്ല ശുഭാപ്തി വിശ്വാസമുള്ള ടെൻഷൻ അടിക്കാത്ത ആളാകണോ, അള്ളാഹുവിൻ്റെ കിതാബിലേക്ക് മടങ്ങും, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തിലേക്ക് മടങ്ങും. അതിൽ പരിഹാരമുണ്ട്. ആളുകൾ ഇപ്പോൾ സുബ്ഹാനല്ലാഹ് ഇന്ന് പലപ്പോഴും ആളുകൾ വിളിച്ചു വയ്ക്കുന്നത് കാണാം. നിങ്ങൾക്ക് കൗൺസിലിങ്ങിന് ഇതിനെ പറ്റി ആരെങ്കിലും നിങ്ങൾക്ക് അറിയോ, ഏതെങ്കിലും ആളുകൾ അറിയോ, ഒന്ന് പറഞ്ഞു തരും. ഒരാളെ വളരെ പ്രശ്നത്തിലാണ്. സുബ്ഹാനല്ലാഹ് അള്ളാഹുവിൻ്റെ കിതാബും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തും പഠിക്കാൻ ഒന്ന് പരിശ്രമിച്ചിരുന്നെങ്കിൽ, അള്ളാഹുവിലേക്കൊന്ന് തിരിഞ്ഞിരുന്നുവെങ്കിൽ, അവരോട് ദുആ ചെയ്തിരുന്നെങ്കിൽ, ഇങ്ങനെ ആളുകൾക്ക് പിന്നാലെ ഹൃദയം അവലംബിച്ച് ചെല്ലാതിരുന്നെങ്കിൽ ഇത്ര നന്നായേനെ. ഇങ്ങനെയുള്ള പലരും ആളുകളിൽ ഹൃദയം അവലംബിക്കാൻ അയാളുടെ ഉപദേശം കേട്ടിട്ട് ആകെ സമാധാനം. പിന്നെ എപ്പോൾ പ്രയാസം ഉണ്ടായോ അയാളെ വിളിക്കണം, അല്ലെങ്കിൽ അയാളുടെ അടുത്ത് പോകണം. ഹൃദയം മുഴുവൻ ഇങ്ങനെ അള്ളാഹുവിൻ്റെ പടപ്പുകളിൽ കേന്ദ്രീകരിച്ച് അവരെ അവലംബിച്ചിരിക്കുകയാണ്. അത് നല്ലതല്ല. അത് നല്ല തൗഹീദിൻ്റെ നഖ്സാണ്. തൗഹീദിൻ്റെ നഖ്സ്. അങ്ങനെ ചെയ്താൽ ഉടനെ ഒരാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി എന്നല്ല നമ്മൾ പറയുന്നത്. പക്ഷേ അള്ളാഹുൽ ഹൃദയം അവലംബിക്കും. റബ്ബിനെ ഓർക്കൂ. നിനക്ക് അള്ളാഹു റബ്ബുൽ ആലമീനിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ നിനക്ക് എന്താണ് നഷ്ടപ്പെടുക? റബ്ബ് നിൻ്റെ കൂടെ ഇല്ല എങ്കിൽ പിന്നെ നിനക്ക് എന്താണ് കിട്ടാൻ പോകുന്നത്? ഇല്ല. അതുകൊണ്ട് അള്ളാഹുലേക്ക് തിരിയുക. അള്ളാഹു നമ്മുടെ പ്രയാസങ്ങൾ ദൂരീകരിക്കുമാറാകട്ടെ. ആറാമത്തെ കാര്യം, കിതാബിലും സുന്നത്തിലും വന്നതെന്തോ അത് ദുർവ്യാഖ്യാനങ്ങളില്ലാതെ പിൻപറ്റുക. മനസ്സിലല്ലേ? ഈ ദീൻ സറാഹത്തിൻ്റെ, വ്യക്തതയുടെ, തുറന്ന സംസാരത്തിൻ്റെ ദീനാണ്. അതേസമയം നോക്കൂ, ഇതല്ലാത്ത വഴികൾ സ്വീകരിച്ചവരെ നിങ്ങൾക്ക് കാണാം. അവർ പറയും എന്തിനും ഏത് വാക്ക് പറഞ്ഞാലും അതിന് മറ്റൊരർത്ഥമുണ്ട് എന്ന രൂപത്തിൽ സംസാരിക്കുന്നത് കാണാം. എന്ത് കുഫറും വിളിച്ചു പറയും. എന്നിട്ട് പറയും അത് അങ്ങനെയല്ല, അതിൻ്റെ അർത്ഥം മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയാണ്. ഒരാൾ പറഞ്ഞു അള്ളാഹു അല്ലാത്ത, അള്ളാഹു എന്തെങ്കിലും കാര്യം ചെയ്യണമെങ്കിൽ നമ്മൾ ഉസ്താദുണ്ട്, അയാളോട് ചോദിച്ചിട്ടേ ചെയ്യൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സുബ്ഹാനല്ലാഹ്, പച്ചയായ കുഫർ. ഇസ്ലാമിന്ന് പുറത്തു പോകുന്ന വാക്കാണ്. ഇസ്ലാമിന്ന് പുറത്തു പോകുന്ന വാക്കാണ്. ഇങ്ങനെയുള്ള വർത്തമാനം ഒരാൾ പറഞ്ഞാൽ അവന് ഇസ്ലാമിൻ്റെ അതിർവ് അനുഭവങ്ങൾക്കുള്ളിൽ യാതൊരു സ്ഥാനവുമില്ല. എന്നാൽ നോക്കൂ, അടുത്ത പിറ്റേന്ന് വരും, എന്നിട്ട് പറയും അങ്ങനെ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അങ്ങനെയല്ല, ഇങ്ങനെ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അങ്ങനെയല്ല എന്ന് പറയും. എന്തിനും ഏതിനും എന്ത് വ്യാഖ്യാനങ്ങൾ. അള്ളാഹുവിൻ്റെ ദീനിൻ്റെ രീതിയല്ല ഇത്. എന്ത് തോന്നിവാസം പറയും, എന്നിട്ട് അതിന് വേറെ അർത്ഥമുണ്ടെന്ന് പറയാം. വാക്കല്ല നോക്കേണ്ടത്, മറിച്ച് ഉള്ളിലാണ് നോക്കേണ്ടത്. അല്ല, വാക്കും നോക്കുള്ളൂ. വാക്കും നന്നാകണം, ഉള്ളും നന്നാകണം. ഈ ദീൻ വന്നത് ഹൃദയം നന്നാക്കാനാണ്, പ്രവർത്തനങ്ങൾ നന്നാക്കാനാണ്, വാക്കുകൾ നന്നാക്കാനാണ്. ഹൃദയങ്ങൾ ശുദ്ധീകരിക്കാനാണ്, പ്രവർത്തനങ്ങൾ ശുദ്ധീകരിക്കാനാണ്, അതുപോലെ വാക്കും നന്നാക്കാനാണ്. ഈ ദീൻ വന്നിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നിൽ. മാഷാ അല്ലാഹു ശിഅത, അള്ളാഹു താങ്കളും ഉദ്ദേശിച്ചതുപോലെ എന്നൊരാൾ പറഞ്ഞതേ ഉള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് ഉദ്ദേശിച്ചത്? നിൻ്റെ ഉദ്ദേശം അങ്ങനെ പറഞ്ഞപ്പോൾ എന്നെ റബ്ബിനോട് തുല്യമാക്കുക എന്ന ഉദ്ദേശത്തിലാണോ നീ പറഞ്ഞത്? ഒന്നുമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാക്ക് കേട്ട ഉടനെ പറഞ്ഞെന്താ? അജഅൽതനി വല്ലാഹ അജ്ല, എന്നെയും അള്ളാഹുവിനെ നീ സമനാക്കുകയാണോ? ഖുൽ മാഷാ അല്ലാഹു വഹ്ദ, അള്ളാഹു മാത്രം എന്ന് നീ പറയുക. സ്വലാസ്മയുടെ വാക്ക് നോക്കൂ. കാരണം ഒരാൾ പറയുന്നത് നേർക്ക് നേരെ നമുക്ക് സ്വീകരിക്കാൻ സാധിക്കൂ. അങ്ങനെ ദുനിയാവും നടക്കും, ആഖിറത്തും ദുനിയാവിലെയും ആഖിറത്തിലെയും കാര്യങ്ങൾ അങ്ങനെയാണ്. ദുനിയാവിൻ്റെ കാര്യത്തിൽ നിങ്ങൾ നോക്കൂ, നേരെ പറഞ്ഞതിന് നേരെ എതിര് ചെയ്താൽ നമ്മൾ ആരെങ്കിലും അംഗീകരിക്കുമോ? ആരെങ്കിലും അംഗീകരിക്കുമോ? മകനോട് പറയണം മോനെ ഇങ്ങോട്ട്, നേരെ തിരിച്ചങ്ങോട്ട് പോവുകയാണ്. പറഞ്ഞതിന് പല അർത്ഥം ഉണ്ടാവുമല്ലോ. ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അങ്ങനെ അർത്ഥം ഉണ്ടാവാം. രണ്ടുപേർ കച്ചവടം കൂടാണ്. ഒരാൾ പറഞ്ഞു ലാഭം കിട്ടിയാൽ നിങ്ങൾക്ക് ഇത്ര ശതമാനം, പൈസ വാങ്ങി. പൈസ ഇങ്ങോട്ട് കിട്ടുന്നില്ല. മാസങ്ങൾ കഴിഞ്ഞു. തിരിച്ചു ചോദിച്ചപ്പോൾ പറയണം
ലാഭം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് നഷ്ടമാണ്. കാരണം ദുനിയാവിലെ ലാഭമൊക്കെ എന്ത് ലാഭം എന്ന് പറഞ്ഞാലോ ഇവരാരെങ്കിലും അത് അംഗീകരിച്ചു കൊടുക്കുമോ? ഇല്ല. എല്ലാവരും ലാഹിറായ വാക്ക് എന്താണ് അതേ സ്വീകരിക്കുക. അങ്ങനെ ദുനിയാവ് നടക്കുള്ളൂ. ദീനിൻ്റെ കാര്യം വന്നാൽ എന്ത് കുഫറും വിളിച്ചു പറയും. എന്നിട്ട് പറയും അതിന് അങ്ങനെ വ്യാഖ്യാനം ഇങ്ങനെ വ്യാഖ്യാനമുണ്ട്. നിങ്ങൾ കേട്ടിട്ടില്ലേ എന്തൊക്കെ തോന്നിവാസങ്ങളാണ് വിളിച്ചു പറഞ്ഞത് ചില ആളുകൾ. ഈസ അലൈഹിസ്സലാം മഹ്ദീമ അവരെ വന്നാൽ ആരാ പിൻപറ്റുക? മുശ്രിക്കുകളാണ്, മുസ്ലിമുകളൊന്നുമല്ല. എന്ത് വൃത്തികൾ. എന്നിട്ട് അടുത്ത പ്രസംഗത്തിൽ വന്നിട്ട് അങ്ങനെയല്ല മനസ്സിലാക്കുക. അടിയിൽ കുറേ അനുയായികൾ മുഖല്ലിദുകൾ പറയാൻ ഉസ്താദിൻ്റെ വാക്ക് മനസ്സിലാക്കി നിങ്ങൾക്ക് ആർക്കും ബുദ്ധിയില്ല. അപ്പോൾ ആർക്കായി കുറ്റം? പ്രസംഗിച്ച ആൾക്കല്ല, കേട്ടുന്ന ആളുകൾക്കായി കുറ്റം. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇത് നോക്കൂ, ദീനിനെ അട്ടിമറിക്കുന്ന പ്രവർത്തനമാണിത്. അള്ളാഹുവിൻ്റെ ദീനിൽ നേർക്കുനേരാണ് കാര്യങ്ങൾ. കിതാബിലും സുന്നത്തിനും ഒരു കാര്യം വന്നാൽ നേർക്കുനേരാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. അതിന് വല്ല വ്യാഖ്യാനവുമുണ്ടോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തിനുണ്ടാവും. അപ്പോൾ നോക്കൂ, അള്ളാഹുവിനെ കുറിച്ച് അവൻ്റെ സിഫത്തുകളെ കുറിച്ച് ഇൻഷാ അല്ലാഹ് ഈ മന്ദൂമയിൽ അത് വരുന്നുണ്ട്. അതേക്കുറിച്ച് ഇങ്ങനത്തെ വ്യാഖ്യാനങ്ങൾ പറയുകയാണ് ആളുകൾ. അള്ളാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ വജ്ഹ്, അവൻ്റെ മുഖം ഖുർആനിൽ വന്നതാണ്, സുന്നത്തിൽ വന്നത്, അതുപോലെ വിശ്വസിക്കണം. ഈ ആളുകൾ അതിന് വ്യാഖ്യാനം പറയും. അവൻ്റെ മുഖം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ഇങ്ങനെയാണ്, അവൻ്റെ കൈ എന്ന് പറഞ്ഞാൽ ശക്തിയാണെന്ന് വ്യാഖ്യാനിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറയാൻ അറിയില്ലേ? ഇവർ പറയുന്നു അള്ളാഹുവിൻ്റെ കൈ എന്ന് വിശ്വസിച്ചാൽ ഇസ്ലാം എന്ന് പുറത്തു പോകുമെന്ന്. ശക്തി എന്ന് വിശ്വസിക്കാൻ നിർബന്ധമാണ്. എന്നിട്ട് ഇത്രയും ആയത്തുകളിൽ അള്ളാഹുവിൻ്റെ യദാഹു എന്നെല്ലാം വന്നിട്ട് ഇത് പറഞ്ഞു തരാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയില്ലേ? കൈ എന്ന് വിശ്വസിച്ച് പോകരുത് എന്ന് പറയാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയില്ലേ? അത് വായിക്കുന്ന ആരും അള്ളാഹുവിൻ്റെ കൈകൾ എന്നാണ് മനസ്സിലാക്കുക, അള്ളാഹുവിൻ്റെ മുഖം എന്നാണ് മനസ്സിലാക്കുക. കാരണം അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്രയും തവണ ആയത്തോതി ഇത്രയും തവണ പറഞ്ഞു കൊടുത്തു. സഹാബത്ത് അങ്ങനെയാണ് മനസ്സിലാക്കിയത്. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ, അള്ളാഹുവിനെ മാത്രമേ, അള്ളാഹു നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. ഈ ആളുകൾ പറയുന്നു അല്ല, അള്ളാഹു അല്ലാത്തവരോട് തേടാം. ഈ ആയത്തുകൾ ഓതിയപ്പോൾ എന്തേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു തവണ പോലും പറഞ്ഞില്ല ഇതാ ഞാൻ വഫാത്തായാൽ എന്നെ വിളിച്ചു പ്രാർത്ഥിക്കാൻ ഈ ആയത്തൊന്നും എതിരല്ല കേട്ടോ, അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കരുത്. ഒരു തവണ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണോ നിങ്ങളെക്കാൾ അറിവുള്ളത്? നിങ്ങളെക്കാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നബിയേക്കാൾ നിങ്ങൾക്കാണോ അറിവുള്ളത്? നബിയേക്കാൾ നിങ്ങൾക്കാണോ ഈ ഉമ്മത്തിനോട് സ്നേഹമുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ പറയാൻ അറിയുന്നത് നിങ്ങൾക്കാണോ? അല്ല, ഇതെല്ലാം അള്ളാഹുവിൻ്റെ റസൂലിനാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും നന്നായി അള്ളാഹുവിനെയും അവൻ്റെ ദീനിനെയും മനസ്സിലാക്കിയത് റസൂലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും നന്നായി പറഞ്ഞു തന്നത് റസൂലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും ഈ ഉമ്മത്തിനോട് നസീഹത്തുള്ളത് റസൂലിനാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏത് ബിദ്അത്തുമായി ഏതൊരാൾ വന്നോ ഈ 3 ചോദ്യങ്ങൾ ചോദിക്കുക. നീ പറഞ്ഞത് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞിട്ടുണ്ടോ സല്ലല്ലാഹു അലൈഹി വസല്ലം? ഇല്ല എന്നാണോ, നിനക്കാണോ അറിയുക, അല്ല റസൂലിനാണോ ചോദിക്കുക. അതല്ല, പറയാൻ കഴിവുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ട് ഊതീതു ജവാമിഉൽ കലിം, എനിക്ക് ജവാമിഉൽ കലിം നൽകപ്പെട്ടിരിക്കുന്നു. ചുരുങ്ങിയ വാക്കുകളിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുള്ള തൗഫീഖ്. ഏത് കാര്യവും ഞാൻ നിങ്ങൾക്ക് വിവരിച്ചു തന്നിട്ടുണ്ട്. സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്നത്, നരകത്തിലേക്ക് അടുപ്പിക്കുന്ന ഏത് കാര്യത്തിൽ നിന്നും ഞാൻ നിങ്ങളെ താക്കീത് ചെയ്തിട്ടുണ്ട്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാത്തത് എങ്ങനെ നീ പറയുന്നു? പോകട്ടെ, ഇനി ഒരു കാര്യമാണ് ബാക്കിയുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണോ ഈ ഉമ്മത്തിനോട് നസീഹത്തുള്ളത്, അതല്ല നിനക്കാണോ? ഏത് ബിദ്അത്തുകാരനോട് ഈ 3 ചോദ്യങ്ങൾ ചോദിക്കും. അറിവ്, അതുപോലെ പറയാനുള്ള കഴിവ്, നസീഹത്ത്. ഞാൻ പറഞ്ഞതല്ല, അഹ്ലുസുന്നത്തിൻ്റെ ഇമാമുമാർ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. ഒരു ബിദ്അത്തുകാരനും ഈ 3 ചോദ്യങ്ങളുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ സാധ്യമല്ല, ഏത് ബിദ്അത്താകട്ടെ. നോക്കൂ, 7ാമത്തെ കാര്യം, ഇതാണ് അവസാനത്തേത്. അള്ളാഹു നമുക്കതിന് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. കിതാബും സുന്നത്തും മുറുകെ പിടിക്കുന്നതിൽ ഉറച്ചു നിൽക്കുക, സബാത്ത്. അതാണ് അവസാനത്ത്, ഉറച്ചു നിൽക്കുക മരണം വരെ. അള്ളാഹുവിനോട് അതിന് ദുആ ചെയ്യുക, അള്ളാഹുവിനോട് അതിന് ദുആ ചെയ്ത് ഇസ്തിഖാമത്ത് കൈക്കൊള്ളുക. ചാഞ്ചാടിപ്പോകരുത്, വഴിമാറിപ്പോകരുത്. പ്രത്യേകിച്ച് ഇക്കാലത്ത് ഒരുപാട് വഴികേടിൻ്റെ കാര്യങ്ങൾ, ഷഹവാത്ത്, ശുബഹാത്ത്, ഇത് രണ്ടും നമ്മെ മാടി വിളിച്ചുകൊണ്ടിരിക്കുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഒരു ഭാഗത്ത് ശുബഹത്തുകൾ, ആശയക്കുഴപ്പങ്ങൾ, ബിദ്അത്തുകൾ, ദീനിനെ കുറിച്ചുള്ള സംശയങ്ങൾ. അതിനുള്ള പരിഹാരം ഇൽമാണ്, അറിവാണ്. അതിനുള്ള പരിഹാരം ഇൽമാണ്, അറിവാണ്. രണ്ടാമത്തേത് ഷഹ്വത്തുകൾ, മനുഷ്യൻ്റെ ലൈംഗിക അവയവത്തിൻ്റെ, അവൻ്റെ മോഹങ്ങളുടെ, പണത്തോടുള്ള, ദുനിയാവിനോടുള്ള, ഭക്ഷണപാനീയങ്ങളോടും വസ്ത്രത്തോടും മുന്തിയ തരം
ജീവിതത്തോടുമുള്ള അവൻ്റെ ആഗ്രഹം അവനെ നയിക്കുന്ന ചിന്മകൾ. ഇത് നമ്മുടെ ദീൻ നശിപ്പിക്കും, ശുഭഹത്ത് നശിപ്പിക്കുന്നത് പോലെ തന്നെ. രണ്ടും നമ്മുടെ ദീൻ നശിപ്പിക്കുന്നതാണ്. ഇവിടെ സബർ കൈക്കൊള്ളണം, ക്ഷമ കൈക്കൊള്ളണം. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളതുപോലെ വസ്ബിർ സാഅതൻ ലിസമാനി, നീ ഒരു അല്പസമയം ക്ഷമിച്ച് കണ്ണടച്ച് പിടിക്കുക. ലിസമാനി, അവസാനിക്കാത്തൊരു കാലത്തേക്ക് വേണ്ടി, വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. രണ്ട് ശുഭഹത്തുകളെ സൂക്ഷിക്കുക. അള്ളാഹു പറഞ്ഞില്ലേ, وجعلنا منهم أئمة يهدون بأمرنا لما صبروا وكانوا بآياتنا يوقنون. നാം അവരെ നമ്മുടെ പാതയിൽ ജനങ്ങളെ നയിക്കുന്ന നേതാക്കന്മാരാക്കി. ലമ്മ സബറു, അവർ ക്ഷമിച്ചപ്പോൾ. ആ സബർ ഈ ഷഹ്വത്തിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള വഴിയാണ്. വക്കാനു ബി ആയാത്തിന യൂഖിനൂൻ, നമ്മുടെ ആയത്തുകളിൽ അവർ ഉറച്ചു വിശ്വസിച്ചപ്പോൾ. ആ യഖീൻ ശുഭഹത്തുകളിൽ നിന്ന്, ആശയക്കുഴപ്പങ്ങളിൽ നിന്ന് നമ്മെ രക്ഷപ്പെടുത്തുന്ന കാര്യമാണ്. അത് സൂക്ഷിക്കുക. അല്ലാഹു റബ്ബുൽ ആലമീൻ ഈ രണ്ട് ഫിത്നകളിൽ നിന്നും എന്നെയും നിങ്ങളെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല ഹിദായത്തിൽ ഉറച്ചു നിൽക്കാൻ, മുസ്ലിമീങ്ങളായി മരിക്കാൻ, ഇസ്ലാമിലും സുന്നത്തിലുമായി മരണപ്പെടാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. اللهم يا مقلب القلوب ثبت قلوبنا على دينك ويا مصرف القلوب صرف قلوبنا على طاعتك. اللهم لك أسلمنا وبك آمنا وعليك توكلنا وإليك أنبنا وبك خاصمنا. نعوذ بعزتك لا إله إلا أنت أن تضلنا. أنت الحي الذي لا يموت والجن والإنس يموتون. صلى الله وسلم على نبينا محمد وعلى آله وأصحابه أجمعين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.